ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് എവിടെയും വരെ എടുത്തു എന്ന് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്തായിരുന്നു അല്ലെ, എന്തായിരുന്നു? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ ഫൈൻഡ് ചെയ്ത് ജെ തോംസൺ, പ്രോട്ടോൺ ഗോൾഡ് സ്റ്റെയിൻ അല്ലെ, അതൊക്കെ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് ആനോഡ് റേ ആൻഡ് കാഥോഡ് റേ എക്സ്പെരിമെന്റ്. നെക്സ്റ്റ് ജെയിംസ് ചാഡ്വിക് ആരായിരുന്നു? ന്യൂട്രോൺ ഫൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും എഴുതിയത് ലാസ്റ്റ് ക്ലാസ്സിൽ തോംസൺ മോഡൽ എഴുതി ഫസ്റ്റ് അല്ലെ. ഫസ്റ്റ് നമ്മൾ തോംസൺ മോഡൽ, അത് കഴിഞ്ഞാൽ റുദർഫോർഡ് മോഡൽ അല്ലെ, അത് ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതി. നെക്സ്റ്റ് ബോർ മോഡൽ അല്ലെ, ഓർത്ത് നോക്കാം. ബോർ മോഡൽ എഴുതിയില്ല, അതിനു മുമ്പ് കുറച്ച് ടേമുകൾ അല്ലെ, ഓർത്ത് നോക്കാം. ഐസോബാർ ആൻഡ് ഐസോടോപ്പ്. ഐസോടോപ്പ് എഴുതിയുള്ളൂ, ഐസോബാർ എഴുതിയില്ല. ഓക്കെ, അതും എഴുതാം കേട്ടോ, ഓർത്ത് നോക്കാം, വിട്ടുപോയേക്കുന്നതാണ്. അപ്പോ ഐസോബാർ ഉണ്ട്, ഐസോടോപ്പ് ഉണ്ട്. പിന്നെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എഴുതിയോ? ഇല്ല, ഐസോടോപ്പ് വരെ എഴുതിയുള്ളൂ അല്ലെ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എഴുതി അല്ലെ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലെ. ദെൻ അത്രയാണോ? പിന്നീട് എഴുതിയോ? ഇല്ല, അവിടെ വരെയാണ് അല്ലെ. പത്രം വരെ ഒന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമുക്ക് പണ്ട് മുതൽ അറിയാവുന്നതാണ് അല്ലെ. ഒന്ന് ഞാൻ ചോദിക്കോട്ടോ. പോ തോംസൺ മോഡൽ അവിടെ പറഞ്ഞു. തോംസൺ മോഡൽ കുഞ്ഞിതായിട്ട് അറിഞ്ഞോക്കണം, കുറച്ചല്ലേ. വലിയ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ചെറിയ രീതിയിലാണ് എഴുതുന്നേക്കുന്നത്. കാരണം ആദ്യത്തെ പോർഷൻസിന് അത്ര ഇമ്പോർട്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് മെയിൻ പോർഷൻസ് നമുക്കൊന്ന് കവർ ചെയ്ത് പോകണം കേട്ടോ. തോംസൺ മോഡൽ എന്ന് പറഞ്ഞേ, ആറ്റം കൺസിഡർ ആസ് ആൻ എ പോസിറ്റീവ് സ്ഫിയർ അല്ലെ, ഇലക്ട്രോൺസ് എംബെഡഡ് ഓൺ ഇൻ ഇറ്റ് അല്ലെ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. ആറ്റം എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? പോസിറ്റീവ് സ്ഫിയർ ആൻഡ് ഇലക്ട്രോൺ എംബെഡഡ് ഓൺ ഇൻ ഇറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതി വെച്ചു ഡാഷ് ആൻഡ് ഡാഷ് മോഡൽ, പ്ലം പുഡിംഗ് ആൻഡ് വാട്ടർമെലൻ മോഡൽ അല്ലെ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് അടുത്ത മോഡലാണ് അല്ലെ, റുദർഫോർഡ് മോഡൽ. റുദർഫോർഡ് മോഡലിനെ നമ്മൾ 3 പോസ്റ്റുലേഷൻസ് എഴുതി അല്ലെ. 3 പോസ്റ്റുലേഷൻ അല്ല, മോഡലിന്റെ കൺക്ലൂഷൻ ആയിട്ട് 3 പോയിന്റ്സ് എഴുതി. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പറയും. ന്യൂക്ലിയസിനെയാണ് പറയുന്നത്, മെയിൻ കണ്ടന്റ് അയാൾ പറഞ്ഞു. അതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എഴുതി. എന്തായിരുന്നു? മാസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ് densely concentrated in extremely small region. That region is known as nucleus. കേട്ടോ, ഓർത്ത് നോക്കുക. ആ സ്റ്റേറ്റ്മെന്റ് മൊത്തം മീനിങ് അതാണ്. മാസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ് ഡെൻസിലി കോൺസെൻട്രേറ്റഡ് ഇൻ എക്സ്ട്രീംലി സ്മോൾ റീജിയൻ. ദാറ്റ് റീജിയൻ ഈസ് നോൺ ആസ് ന്യൂക്ലിയസ്. കേട്ടോ, ഓർത്ത് നോക്കുക. അതെഴുതി. സെക്കൻഡ് പോസ്റ്റുലേഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. അവിടെ പറഞ്ഞു. ഇല്ല, അത് ആദ്യത്തെ പോയിന്റ് അല്ലേ. പോസിറ്റീവ് ചാർജ് കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും വരുന്നത്? പോസിറ്റീവ് കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും വരുന്നത്? നെഗറ്റീവ് അല്ലെ. നെഗറ്റീവ് ആരായ? ഇലക്ട്രോൺ. ഇലക്ട്രോൺ എങ്ങനെയായിരുന്നു? അതാണ് ഒന്ന് പറ. ഓർബിറ്റ്. കണ്ടോ, ഓർത്ത് നോക്കുക. സർക്കുലർ പാത്തില് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഓർബിറ്റ് എന്ന് പറഞ്ഞു. തേർഡ് പോയിന്റ് പറ. ഇപ്പൊ അയാൾ അല്ലെ, ഒരാളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ള ഇത് പറഞ്ഞു. ഇനി അവര് തമ്മിലുള്ള അട്രാക്ഷൻ, എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ ആണ് എഴുതി വെച്ചേക്കണേ. അട്രാക്ഷൻ എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആ വേർഡ് ഓർത്ത് നോക്കുക കേട്ടോ. തേർഡ് പോയിന്റ് പറയുന്നത് ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് അല്ലെ. അട്രാക്ഷൻ എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോ റുദർഫോർഡ് ചെറിയ പോയിന്റ്സുകൾ എഴുതുന്നത് നമുക്ക് ആ ചാപ്റ്റർ ഭംഗിയായിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പറയുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഏതൊക്കെ മോഡൽ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയ റിപ്പീറ്റ് ചെയ്യുന്നത്? തോംസൺ മോഡൽ, പിന്നെ എന്തായിരുന്നു? റുദർഫോർഡ് മോഡൽ അല്ലെ. ബോർ മോഡൽ എത്തിയില്ല, അതിനു മുമ്പ് ഉള്ള കാര്യങ്ങളാണ്. ബോർ മോഡലില് നമ്മൾ പറഞ്ഞു KLMN ആണ് അല്ലെ. ആ മോഡലില് ആ KLMN എന്ന് പറയുന്ന ആ എനർജിയുടെ ലെവല് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെ, ക്ലാരിറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് കുറച്ച് കാര്യങ്ങൾ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയാണ് ഐസോടോപ്പ്. എന്തായിരുന്നു? ഡിഫറെന്റ് മോളിക്യൂൾ എന്ന് പറയരുത്, ഡിഫറെന്റ് മാസ്, ആറ്റമിക് മാസ് കേട്ടോ. സെയിം ആറ്റമിക് നമ്പർ ആൻഡ് എന്തായിരുന്നു അല്ലെ, 2 or more atom. 2 or more atom have the same atomic number, different mass number. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഐസോടോപ്പ്. ഐസോബാർ എഴുതാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. എന്നാ എഴുതി ഐസോബാർ. ഐസോബാർ തിരിച്ചായിരിക്കും. എന്തായിരിക്കും? അല്ലെ, ഓർത്ത് വെക്കാം.
ഐസോബാർ കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് സബ് പോയിന്റ് ആയിട്ട് നമ്മൾ ഐസോടോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് എഴുതിയത്. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എഴുതിക്കോ കേട്ടോ എല്ലാവരും. ഐസോബാർ. Isobar are the atom. Isobars are the atom with same mass number. With same mass number. With same mass number. But different. But different atomic number. But different atomic number. Same mass number but different atomic number. എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ എഴുതി വെക്കുക. കാർബൺ. കാർബണിനെയും നൈട്രജനെയാണ് എഴുതി വെക്കുന്നത്. കാർബൺ, നൈട്രജൻ. ഇതില് കാർബണിന്റെ 12 ആണ് ആറ്റമിക് നമ്പർ. പക്ഷെ ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്, അത് 14 വരുന്നുണ്ട്. നൈട്രജനും 14 ആണ്. ഓർത്ത് നോക്കുക. അപ്പോ ഇത് സെയിം ആയിട്ടുള്ള മാസ് നമ്പർ ആയി. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 6 ആണ് ആറ്റമിക് നമ്പർ, ഇവിടെ 7 ഉണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ സെയിം എന്തായിരുന്നു മാസ് നമ്പർ, ഡിഫറെന്റ് ആറ്റമിക് നമ്പർ. എക്സാമ്പിൾ കേട്ടോ എഴുതി വെച്ചു കേട്ടോ. പക്ഷെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എത്ര വരും? 14 വരും കേട്ടോ, ഓർത്ത് നോക്കാം. അത് ഐസോട്ടോപ്പ് കേട്ടോ. ഇത് കാർബണിന്റെ ഐസോട്ടോപ്പ് ആണ്. അവർ തമ്മിൽ ഉള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി. മഴ കാരണം അല്ലെ, വെയിൽ. എഴുതിയല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പോർഷൻസ് എടുത്തു, ഫസ്റ്റ് ഹാഫിന്റെ ക്വസ്റ്റ്യൻസും ചെയ്തു. അങ്ങനെയാണ് കേട്ടോ. ഇന്നും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ പോർഷൻസ് കൊണ്ടുപോകും, ആ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. വന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഇതിൽ വരും. ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും പ്രിന്റ് ആവുന്ന പറഞ്ഞേക്കുന്നത്. ഓൾമോസ്റ്റ് ഇതുപോലത്തെ ഒരു ബുക്ക് കേട്ടോ. ഈ ബുക്കിൽ ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ബുക്കാണ്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ടിക്ക് ചെയ്ത് ചെയ്യാം. പിന്നെ അത് എഴുതേണ്ടി വരും കേട്ടോ. കൺസെപ്റ്റ് വരുമ്പോൾ എഴുതി ചെയ്യേണ്ടി വരും. അങ്ങനെ പഠിച്ച ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30-40 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു കംഫർട്ട് ആവും കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്ക് നമ്മൾ എഴുതിയത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിലെ കണ്ടന്റുകൾ പറയാണ് കേട്ടോ. അതിൽ ചില കാര്യങ്ങൾ വീണ്ടും ഒന്ന് എഴുതിപ്പിച്ചതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നമ്മൾ എത്ര പോയിന്റ്സ് എഴുതി? ഓൾറെഡി 2 പോയിന്റ്സ് അല്ലേ എഴുതിയിട്ടുള്ളൂ? അല്ലെ? നമ്മൾ എഴുതിയ പോയിന്റ് ഒന്ന് വായിച്ച്. When electrically charged particle moves under acceleration, alternating electrical and magnetic fields are transmitted. These fields are transmitted in the form of waves called electromagnetic waves. Okay. അത് വേറെ എഴുതിയോ? ഇനി ഇല്ല, അത്ര എഴുതിയിട്ടുള്ളൂ അല്ലേ, ഓർത്ത് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്താന്ന് പറയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് എഴുതുമ്പോൾ മനസ്സിലാവത്തില്ല. നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ലൈറ്റ് ഇല്ലേ, ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. എക്സ്റേ കേട്ടിട്ടില്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അല്ലെ, ഓർത്തോ? വേറൊരെണ്ണം പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, റേഡിയോ വേവ്, മൊബൈൽ വേവ്, അതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ആ വേർഡിൽ തന്നെ ഉണ്ട്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡില് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പൊ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എളുപ്പമാണ് ആക്ച്വലി. ആ വേവ്സിന്റെ ട്രാൻസ്മിഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ഈ കേൾക്കുന്ന മൊബൈലും ബാക്കി കാര്യങ്ങളും. സൗണ്ട് വേവ് അല്ല, സൗണ്ട് വേവ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല. അതിന് മീഡിയം വേണം അല്ലെ. വാക്കത്തി കൂടിയൊക്കെ മൂവ് ചെയ്യുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയേഷൻസ് വരുന്ന റേഡിയോ വേവ്സ്,
ദെൻ ബ്ലൂടൂത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ, അവിടെ മൈക്രോവേവ് ഓവൻസുകൾ, അങ്ങനെ വരുന്ന ഒരു സ്പെക്ട്രം ഉണ്ട് ആക്ച്വലി. അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അതിൽ ആ ഫസ്റ്റ് പോയിന്റ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. സെക്കൻഡ് പോയിന്റ് മുതലാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. സെക്കൻഡ് പോയിന്റ് എഴുതി വെച്ചു. ലാസ്റ്റ് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓർത്ത് നോക്കാം. സെക്കൻഡ് പോയിന്റ്, unlike sound wave, comma, electromagnetic wave do not require, unlike sound wave, comma, electromagnetic wave do not require medium. Unlike sound waves, comma, electromagnetic wave do not require medium and can move in vacuum. And can move in vacuum. What is the spelling of this? VACUUM. CCUM ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കണ്ടോ. അങ്ങനെ കൊടുത്തേക്കുന്നത് CCUM ആണ് കേട്ടോ. ഓർത്തോ. ഇതിലിപ്പോ കിടക്കുന്ന സ്പെല്ലിംഗ് അതാണ് വായിച്ചത് കേട്ടോ. ഓർത്തോ. CCUM എന്നാണ് പറയാം. ദെൻ അടുത്തൊരു പോയിന്റ് എഴുതി വെച്ചു. Electromagnetic wave arranged in the increasing order of wavelength, increasing order of wavelength or decreasing order of frequency, decreasing order of frequency, decreasing order of frequency, full stop, which differ from one another, which differ from one another in wavelength, which differ from one another in wavelength, full stop. These arrangement is called electromagnetic spectrum. This arrangement is called electromagnetic spectrum. This arrangement is called electromagnetic spectrum. Electromagnetic spectrum. ഇപ്പൊ ഇവിടെ ഓർത്ത് നോക്കുക, ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗർ കണ്ടോ, ടെക്സ്റ്റിലെ എറർ ആണത്. ഈ വിസിബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് എറർ ആണെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഓർത്ത് നോക്കുക. ഇതെന്താ എവിടെ നിന്നാ വരുന്നത്? നമ്മൾ പണ്ട് പഠിച്ചേക്കുന്നത് വിബ്ജിയോർ ആണ്, വിസിബിൾ റീജിയൻ. അത് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെ അതാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ വീട്ടിൽ പോയിട്ട് ഒരു ഫിഗർ ഉണ്ട്. ഫിഗർ ഓർത്ത് നോക്കുക. ഫിഗർ 2.7 കേട്ടോ. ഫിഗർ 2.7 ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്ന സമയത്ത് അതൊന്ന് ഓർത്ത് വെക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്ന സമയത്ത് ഇത് ഓർത്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഈ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. വേവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്ന വേവ് നമ്മൾ ഈ രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതില് ഈ സൈഡിൽ നോക്കിയേ, ഇത് കണ്ടോ, ഇവിടെ വരുന്ന വേവ് ലെങ്ത് ഏറ്റവും കുറവാണ്. അതെന്താ? ഗാമ റേസ് ഉണ്ടോ. ഇപ്പുറത്ത് നോക്കിയേ, ഗാമ റേസ് കഴിഞ്ഞിട്ട് ഇത് എക്സ്റേ ഉണ്ടോ. നോക്കി, ഈ ഗാമ റേസ് എക്സ്റേ ഒക്കെ നമുക്ക് എന്താ ഹാർംഫുൾ ആണെന്ന് പറയും അല്ലേ, നമ്മുടെ ബോഡി കൂടി പോകുമ്പോൾ. അത് എന്താണ്? ഹൈലി അയണൈസേഷൻ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ഫ്രീക്വൻസി ഡെഫിനേഷൻ? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഫ്രീക്വൻസി നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ്.
ഒരു സെക്കൻഡില് എത്ര വേവ്സ് പോകുന്നു എന്നുള്ളതാണ്. ഒരു സെക്കൻഡില് എത്ര വേവ്സ്. അപ്പൊ നിങ്ങൾ കേൾക്കുകയാണ് ഒരു 20 ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 20 വേവ്സ് പോകും. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? പെനിട്രേറ്റിംഗ് പവർ കൂടും. ദെൻ വിസിബിൾ റീജിയൻ കഴിഞ്ഞിട്ട് ബാക്കി ഇതാണ് ഇപ്പുറത്തേക്ക് വരുന്നത് കേട്ടോ. റേഡിയോ വേവ്സ് ഹാർംഫുൾ ആണോ? അല്ല. എന്തുകൊണ്ടാ? അത് വേവ് ലെങ്ത് കൂടുതലും ഫ്രീക്വൻസി കുറവാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ബോഡി കൂടി ദൂരം റേഡിയോ വേവ്സ് ഉണ്ടാവും. എന്നാലോചിച്ച് ഇവിടേക്കുള്ള മൊബൈലുകൾ അല്ലേ, ഇപ്പൊ കാണുന്ന അതെല്ലാം വേവ്സ് അല്ലേ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബോഡി കൂടിയും ഈ ബിൽഡിംഗ് കൂടി ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. ഓർത്ത് നോക്കാം. ഹാർംഫുൾ അല്ലാത്തത് എന്തുകൊണ്ടാ? ഒരാൾ പറയാണ് അല്ലെ, ഇപ്പൊ മൊബൈല് റേഡിയേഷൻ ഹാർംഫുൾ ആണോ എന്ന് പറഞ്ഞ് നെറ്റ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടൊക്കെ കൊടുക്കും അല്ലെ. ഓർത്ത് നോക്കാം. പവർ വരുന്നതിനെതിരെ സമരം ബഹളം ഒക്കെ ഉണ്ട്. പക്ഷെ ഹാർംഫുൾ ആണ്. അതെങ്ങനെയാ വരുന്നത്? അതിനേക്കാളും ഹാർംഫുൾ ആണ് നിങ്ങൾ വീട്ടില് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് വെച്ചാൽ. കാരണം എന്താ? ഇത് നോക്കി, ബ്ലൂടൂത്ത് ഒക്കെ വരുന്നത് ഈ മൈക്രോവേവിന്റെ അടുത്തായിട്ട് വരുന്ന റീജിയനാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രഗ്നൻസി ടൈമില് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഫോണൊന്നും അല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബ്ലൂടൂത്ത് യൂസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ബ്രെയിൻ ഫോം ചെയ്യുന്ന ടൈമില് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഗാഡ്ജറ്റ് ഒക്കെ ഉണ്ട്, ഒരു ടെക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് കരുതാം. ഇതൊരു ഗെയിമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇവിടെ ഏറ്റവും ബൂസ്റ്റിംഗ് ആയിട്ടുള്ള വേവ്സ് വയ്ക്കും. ഫുള്ള് മനസ്സിലായി, എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും ഡിസ്പ്ലേ ഏറ്റവും ഇതായിട്ട് കിട്ടാവുന്ന വയേർഡിന് പകരമൊക്കെ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ കൂടി പോകുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഒരു ലിറ്റിൽ ബിറ്റ് ചാൻസ് ഈസ് ദിയർ. ഓർത്ത് നോക്കുക. കാരണം അത് അയണൈസ് അയോൺ ബേസ് ചെയ്തിട്ട് വരുന്ന സമയത്ത്. അപ്പോ അതാണ് ഓർത്ത് നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? പണ്ടത്തെ വോക്കി ടോക്കി കണ്ടെത്തിയത് അല്ലെ. മൈക്രോവേവ് കണ്ടെത്തിയ ഒരു കഥയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ഓർത്ത് നോക്കുക. വേറെ ഒന്നുമില്ല, ഒരു അമേരിക്കൻ സോൾജിയർ ആണ് പുള്ളി. എന്ത് ചെയ്യും? ഈ ഫോൺ എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉള്ള ചോക്ലേറ്റ്, പുള്ളിക്ക് ഒരു പോക്കറ്റ് ചോക്ലേറ്റ് ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ മെൽറ്റ് ആവും. അപ്പൊ തണുപ്പ് രാജ്യങ്ങളിൽ നിന്ന് മെൽറ്റ് ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാ. പുള്ളി അത് കഴിക്കും. അപ്പൊ ഇത് കോള് വരുന്നവരെ പുള്ളി വെയിറ്റ് ചെയ്യും. അവർക്ക് ഇങ്ങനെ ഈ ഓരോ ഇതില് വന്നതാണ്. അപ്പൊ അങ്ങനെയാണ് പുള്ളി പിന്നീട് അത് മൈക്രോവേവ് എന്ന് പറയുന്നത് കണ്ടെത്തുന്നത്. പുള്ളി കണ്ടെത്തിയല്ല, പുള്ളി അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാണ് റിട്ടയർ എമൗണ്ട്. എന്നിട്ടാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്? അതിന് പവർ ഉണ്ട് അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ ഓർത്ത് നോക്കാം, ആ വേവ്സിനെ അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം ഈ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഹാർംഫുൾ ആവും. റേഞ്ച് കൂടും. വേവ് ലെങ്ത് കൂടും. എന്ത് കൂടും? റേഞ്ച് കൂടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓൾ ഇന്ത്യ റേഡിയോ അല്ലെ. അപ്പൊ എന്താ? വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പൊ നമുക്കത് കിട്ടും. കൊച്ചി FM ഉള്ളൂ. എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് റീസൺ? വേവ് ലെങ്ത് കുറവാണ്. റേഡിയോ വേവ്സ് ഹാർംഫുൾ അല്ല, അത്രയില്ല കേട്ടോ. ഓർത്ത് നോക്കാം. മൊബൈൽ ഹാർംഫുൾ ആണോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? മൊബൈലിന് എല്ലാത്തിലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് SPM റേറ്റ് എത്രയാന്ന് നോക്കുക. SPM കേട്ടോ. ഓർത്ത് നോക്കാം. ഓരോ മൊബൈലിലും ഉണ്ടാവും. അല്ല, ഏറ്റവും മുകളിലുള്ളത് എന്താണ്? വേവ് ലെങ്ത് ഉണ്ടോ? വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ വാല്യൂ? ഇവിടെ നോക്കി. ഇവിടെ നിന്ന് ഇത് കണ്ടോ? ഇവിടെ നിന്ന് വേവ് ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ കണ്ടോ? കൂടുന്നുണ്ടോ? ഏറ്റവും ആദ്യം എന്താ കൊടുത്തത്? 10⁻². ഇല്ല, താഴെയുള്ളത് കേട്ടോ. താഴെ വേവ് ലെങ്ത് ലാംഡ. ഇത് ലാംഡ കേട്ടോ. താഴെ ലാംഡ കൊടുത്തിട്ടില്ലേ? ലാംഡ വേവ് ലെങ്ത്. ലാംഡ കണ്ടോ? ലാംഡ ഫ്രീക്വൻസി കേട്ടോ. ഓർത്ത് നോക്കാം. ഇതാണ് ലാംഡ, ഇതാണ് വേവ് ലെങ്ത്, ഇത് ഫ്രീക്വൻസി ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ ലാംഡ വരുന്നത് വേവ് ലെങ്ത് ആണ്. ആ വേവ് ലെങ്ത് സൈഡിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി വരുന്നത്. അപ്പോ റേഡിയോ വേവ്സിനൊക്കെ എത്തുമ്പോൾ 10⁸8 ഒക്കെ വരുന്നെന്ന് പറഞ്ഞാണ്ടോ? 10⁸8 എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ലേ, 1 lakh കിലോമീറ്റർ ഒരു വേവിന്റെ ലെങ്ത് ആണ്. മനസ്സിലായി? 1 lakh കിലോമീറ്റർ ഒരു വേവിന്റെ ലെങ്ത്. അപ്പോ അത്രയധികം വരുന്ന രീതിയാണ് ആക്ച്വലി വരുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. ഇതാണ് നമ്മളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്പെക്ട്രം എന്ന് പറഞ്ഞു. ഇതെല്ലാം പഠിക്കുന്നതിന്റെ പർപ്പസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. എന്തിനു വേണ്ടിയിട്ടാ? സ്പെക്ട്രം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ബോർ എന്താ ചെയ്തേ? ബോർ മോഡൽ എങ്ങനെയാ കണ്ടെത്തിയ? KLMN ഷെൽസ്. ആ ബോർ ഒരു ആറ്റം എടുത്ത് ആറ്റത്തിലേക്ക് എനർജി കൊടുത്തപ്പോ അവിടെ നിന്ന് പല പല വേവ്സ് വന്നു. ആ വേവ്സ് എന്താന്ന് അറിഞ്ഞിപ്പോ ഒരാൾ ചോദിക്കണം എനിക്ക് വേവ്സ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് വേവ്സ്. ഓർത്ത് നോക്കാം. അപ്പോ ആ വേവ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. എന്നിട്ടാണ് KLMN ഷെൽസ് മെയിൻറ്റെയിൻ ചെയ്തത് കേട്ടോ. ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത ഇവിടുന്ന് 2 ഇക്വേഷൻസുകൾ നിങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. ഇവിടെ വെച്ചിട്ട് ഒരു ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ വെച്ചിട്ട് ന്യൂ ഈക്വൽ ടു C/λ എന്ന് എഴുതി വെച്ചേ. ന്യൂ ഈക്വൽ ടു
സി ബൈ ലാംഡ എന്നിട്ട് ഒരു ബോക്സ് ആക്കി വെക്കുക കേട്ടോ. ആദ്യത്തെ ഇക്വേഷൻ ആണ് ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ഓരോന്ന് എഴുത്. ന്യൂ ഫ്രീക്വൻസി, ന്യൂ ഫ്രീക്വൻസി എഴുതണം കേട്ടോ. സി എന്താണ് എന്ന് പറഞ്ഞേ? സ്പീഡ് ഓഫ് ലൈറ്റ്. എത്ര വാല്യൂ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. 8 മീറ്റർ പെർ സെക്കൻഡ്. ലാംഡ സി സ്പീഡ് ഓഫ് ലൈറ്റ് കേട്ടോ. സി സ്പീഡ് ഓഫ് ലൈറ്റ്. സി സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. Then ലാംഡ. ലാംഡ എന്ന് പറയുമ്പോ വേവ് ലെങ്ത് കേട്ടോ. ലാംഡ വേവ് ലെങ്ത്. ദെൻ അടുത്തൊരു കുഞ്ഞു ടേം കൂടി എഴുതി വെക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ഇതിപ്പോ ഇങ്ങനെ ഒരു ബോക്സ് ആക്കി വെക്കണം. അതിനെ കാണുമല്ലോ, കുഞ്ഞു ഇക്വേഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. എല്ലാവരും ഒരു കൊച്ചു ബോക്സ് ആക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം അങ്ങനെ ബോക്സ് ആക്കി വെക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. കുറെ ഡെറിവേഷൻ ഒക്കെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് വേവ് നമ്പർ. അടുത്ത ഒരു ടേം ആണ് കേട്ടോ. ഇതിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. ഈ ടോപ്പിക്കിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു ടേം ആണ് വേവ് നമ്പർ. വേവ് നമ്പർ അണ്ടർലൈൻ ചെയ്യാം. വേവ് നമ്പർ. വേവ് നമ്പർ കേട്ടോ. അടുത്ത ടേം ഇത് വേവ് ലെങ്ത് ലാംഡ. എഴുതിയോ? ഓക്കെ. അടുത്ത വേവ് നമ്പർ. നെക്സ്റ്റ് ടേം വേവ് നമ്പർ അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ദി number of wavelength per unit length. Number of wavelength per unit length. Number of wavelength per unit length. Full stop. Its unit are reciprocal of wavelength. Its units are reciprocal of wavelength. Reciprocal of wavelength. Reciprocal of wavelength. The next. ഇതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ നോക്കി കേട്ടോ. ന്യൂ എഴുതിയിട്ട് അതായത് ഇങ്ങനെ ഒരു ബാർ ഇട്ടാൽ ഇതിനെയാണ് വേവ് നമ്പർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഹെഡിങ്ങിൽ തന്നെ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഫ്രീക്വൻസി ന്യൂ, ഇത് വേവ് നമ്പർ ന്യൂ ബാർ. ദെൻ ഈക്വൽ ടു 1/λ ഉണ്ടോ? ഒരു യൂണിറ്റ് ബേസ് ചെയ്തിട്ടാണ് 1/λ. ഇതൊരു ബോക്സിലാക്കി വെക്കുക. ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റിനും ഇൻ ടെക്സ്റ്റും ഉണ്ട് കേട്ടോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ന്യൂ ബാർ ഈക്വൽ ടു 1/λ. New bar equal to 1/λ. New bar equal to 1/λ. Okay ആണോ? The next. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ എഴുതാനായിട്ടുള്ള ഗ്രാഫ് ഇടുക. വീട്ടിൽ പോയിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. പ്രോബ്ലം 2.3 ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചേ. പ്രോബ്ലം 2.3 വിത്ത് ആൻസർ ഉള്ളതാണ്, പക്ഷെ അത് എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. പ്രോബ്ലം 2.3 ഇത് പഠിച്ചു കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓർത്ത് നോക്കാം. പ്രോബ്ലം 2.3 ഓർത്ത് നോക്കാം. ഓൺലൈനിൽ വന്നേക്കുന്ന മാധവ് അർജുൻ കേട്ടോ. വീഡിയോ ഓൺ ആക്കണം കേട്ടോ അർജുൻ. പ്രോബ്ലം 2.3 കേട്ടോ. എല്ലാവരും ഒന്ന് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിലാ. എന്റെ ബുക്കിൽ 39 ആണ് പേജിന് വ്യത്യാസം. 39 തന്നെ കേട്ടോ. 39 വിത്ത് ആൻസർ ഉള്ള ഒരു പ്രോബ്ലം ആണ്. അതിന്റെ സ്പേസ് വിടാം ക്വസ്റ്റിന് കേട്ടോ. ഓർത്ത് വെക്കാം. ക്വസ്റ്റൻ ഒന്ന് വായിക്കാം. ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ആൻസർ കീ നോക്കാതെ അതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു എന്നുള്ള കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാ. The Vivid Bharati station of All India Radio Delhi broadcast on a frequency of 1368 kilohertz. കേട്ടോ. ഹേർട്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഓർത്ത് പോവുക. കിലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കിലോ, ഒരു കിലോ എന്ന് പറഞ്ഞാൽ എന്താ? 1000 ഗ്രാം അല്ലെ. അതുപോലെ പറയുന്ന പോലെ കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്ന് ഓർത്ത് വെക്കാം.
അപ്പൊ കിലോ ഹെർട്സ് എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കാം. നേരത്തെ ആ ഫ്രീക്വൻസിയുടെ അവിടെ എഴുതി വെച്ച യൂണിറ്റ് ഒന്ന് എഴുതി വെച്ചേ. ഫ്രീക്വൻസിയുടെ അവിടെ യൂണിറ്റ് ഹെർട്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ? ഹെർട്സ്. ഫ്രീക്വൻസി ഹെർട്സ് HZ കേട്ടോ. HZ ഹെർട്സ് ആണ്. അപ്പൊ ഏത് കിലോ ഹെർട്സ് വന്നു കഴിഞ്ഞാലും എന്താക്കണം? ഹെർട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി വേവ് നമ്പറിന്റെ യൂണിറ്റ് അതിന്റെ യൂണിറ്റ് m⁻⁻1 മീറ്റർ ആണ് കേട്ടോ. m⁻⁻1 ലാംഡയുടെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ. ലാംഡ ലെങ്ത് അല്ലേ? വേവ് ലെങ്ത് എപ്പോഴും എന്താ? മീറ്റർ. SI യൂണിറ്റ് എപ്പോഴും എന്താ? മീറ്റർ. അപ്പോ വേവ് നമ്പർ എന്തായിരിക്കും? 1/λ. അപ്പൊ 1/m എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? m⁻⁻1 കേട്ടോ. ഡൗട്ട് ഉണ്ടോ? 1/m ഉണ്ടോ? m മുകളിലേക്ക് എടുത്താൽ എന്ത് കിട്ടും? m⁻⁻1 ഉണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെയാണ് ഇതിന്റെ യൂണിറ്റുകളൊക്കെ ഫോം ചെയ്ത് വെക്കുന്നത്. അപ്പൊ യൂണിറ്റ് നേരത്തെ നമ്മൾ വിട്ടുപോയ ഒരു ഏരിയ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ പ്രോബ്ലം വായിക്കുകയാണ്. പ്രോബ്ലം 2.3 കേട്ടോ. ബുക്കുള്ള എല്ലാവരും എടുത്തു വെക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ബുക്ക് കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ആ എടുത്തേക്കുന്ന ടോപ്പിക്കിന്റെ ചെയ്തു പോവാണ് കേട്ടോ. ഓർത്ത് നോക്കാം. മാധവ് ആൻഡ് അർജുൻ കേട്ടോ. നിങ്ങളിപ്പോ വന്നിട്ടാണ്. അപ്പോ ഓർത്ത് നോക്കാം. നമ്മള് പഠിച്ച 2 ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയാ. ഇത് നോക്കിയേ, ന്യൂ ഈക്വൽ ടു c/λ കേട്ടോ. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പാട്ടാവാൻ പറ്റില്ല. ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഒന്ന് എഴുതി വെച്ചേ നിങ്ങള് കേട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. ന്യൂ ഈക്വൽ ടു c/λ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യിപ്പിക്കാം. കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇത്ര എഴുതിപ്പോ. ന്യൂ ഈക്വൽ ടു c/λ. c സ്പീഡ് ഓഫ് ലൈറ്റ് കേട്ടോ. c എന്താന്ന് എഴുതുക? സ്പീഡ് ഓഫ് ലൈറ്റ്. വാല്യൂ 3 × 10⁸ m/s. 3 × 10⁸ m/s. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ന്യൂ ഫ്രീക്വൻസി. ലാംഡ വേവ് ലെങ്ത്. ഇത്ര എഴുതിയോ രണ്ടുപേരും? അർജുൻ ആൻഡ് മാധവ്. ഓക്കെ. നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇത് വേവ് നമ്പർ എന്നാ പറയുന്നത്. വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു 1/λ. വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു 1/λ. ഓർത്ത് നോക്കാം. വേവ് നമ്പർ എന്ന് പറയാം. അപ്പൊ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് എന്നാണ് ഡെഫിനിഷൻ എഴുതിയത്. എന്നിട്ട് നമ്മൾ ഇത് എഴുതി കേട്ടോ. ഈ 2 വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. നമ്മളിപ്പോ ആ ഒരു ആദ്യത്തെ ഒരു മാത്തമാറ്റിക്കൽ ഏരിയ കഴിഞ്ഞപ്പോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ബ്രോഡ്കാസ്റ്റ് ഓൺ എ ഫ്രീക്വൻസി ഓഫ് 1368 kHz. Full stop. Calculate the wavelength of the electromagnetic radiation emitted by transmitter. Which part of the electromagnetic spectrum does it belong to? ഇത്രയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓർത്ത് വെക്കുക. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോ എന്താ ഫൈൻഡ് ചെയ്യണ്ടേ? വേവ് ലെങ്ത്. അപ്പൊ ഇക്വേഷൻ പഠിച്ചത് എന്തായിരുന്നു ആക്ച്വലി കേട്ടോ? വേഗം എല്ലാവരും എഴുതി വെച്ചേ. ആൻസർ എഴുതുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാ? ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതിയേ. ന്യൂ ബാർ ഈക്വൽ ടു ന്യൂ ഈക്വൽ ടു c/λ. ലാംഡ ഈക്വൽ ടു ലാംഡ അല്ലേ ഫൈൻഡ് ചെയ്യട്ടെ? ലാംഡ ഈക്വൽ ടു പറഞ്ഞു c/ന്യൂ. ഓർത്ത് നോക്കുക. ദെൻ c നിങ്ങൾക്ക് അറിയാം 3 × 10⁸. ദെൻ നെക്സ്റ്റ് ന്യൂ എത്രയാണ് അവർ തന്നേക്കുന്നത്? ന്യൂ അല്ലെ? ഓർത്ത് നോക്കുക. കിലോ ഹെർട്സ് ആണ്. കിലോ തന്നാൽ അത് ഹെർട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെ വരുമ്പോ ആ വാല്യൂ എത്രയായിരുന്നു? 1368 kHz ആണ്. ഉണ്ടോ? കിലോ ഹെർട്സ്. ഇത് കിലോ മാറ്റി ഹെർട്സ് ആക്കുമ്പോ എന്താവും? ×1000. അതിന് 10⁻³ ഉണ്ടോ? എളുപ്പത്തിൽ എഴുതുന്ന സമയത്ത്. then അടുത്ത സ്റ്റെപ്പിൽ അപ്പൊ എന്ത് ചെയ്യാം? ഈ 10⁻³ ടോപ്പിലേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 3 × 10⁻8 അല്ലെ? എന്ത് വരും? ×10⁻³ ഉണ്ടോ? -3. അപ്പോ 8 -3 ചെയ്താൽ എത്ര വരും? 5 വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും? 68 അല്ലെ? ഓർത്ത് നോക്കാം. സോ ലാംഡ ഈക്വൽ ടു ഇവിടെ നിന്ന് വാല്യൂ നോക്കുക ഉണ്ട് 219.3 മീറ്റർ. 219.3 മീറ്റർ. മീറ്റർ. ഇത് കിലോ ആണ് ആക്ച്വലി. ഉണ്ടോ? കിലോ വരുന്നല്ലോ. കിലോ എന്ന് പറഞ്ഞാൽ ഇൻറ്റു എത്ര വരും? 1000.
കേട്ടോ. കിലോ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ, 1000 നമ്മൾ എഴുതുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് എഴുതും, 10⁻³ എന്ന് എഴുതും കേട്ടോ. ഓർത്ത് നോക്കുക, മനസ്സിലായാലും ചോദിച്ചേക്കണം കേട്ടോ. ഓർത്ത് നോക്കുക, ഇത് ഇൻറ്റു 1000 ആണ്. എന്തുകൊണ്ടാണ് 1000 വന്നത്, കിലോ ഉണ്ടായി അല്ലെ, കിലോ മാറ്റിയിട്ട് എന്താക്കണം, ഹേർട്സ് ആക്കണം. ഓക്കെ, അപ്പൊ 1000 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, 10⁻³ എന്ന് എഴുതാം. ഉണ്ടോ, ഓർത്ത് നോക്കുക. ഇനി മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ 10⁻³ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും കേട്ടോ. ഓർത്ത് നോക്കുക. The final answer are 2.9. 219.3 മീറ്റർ ആണ് ഫൈനൽ ആൻസർ. ഏകദേശം 3 × 10⁵ വരും. ഉണ്ടോ, ഓർത്ത് നോക്കുക. അപ്പോ 3 × 10⁵ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 1368 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 219.3 മീറ്റർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു അല്ലെ, അതിൽ ചോദിച്ചേക്കുന്ന കാര്യം എന്താണ് ആക്ച്വലി, വിച്ച് പാർട്ട് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഡസ് ഇറ്റ് ബിലോങ് ടു. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല, ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ എന്തായിരുന്നു 2.7 അല്ലെ, ആ ഫിഗർ 2.7 വന്നിട്ട് ഈ വാല്യൂ എവിടെയാണെന്ന് നോക്കും നമുക്ക്, ലാംഡ അല്ലെ, ലാംഡ ഏകദേശം എവിടെയാ വന്നേക്കുന്നത് നോക്കിയേ, റേഡിയോ വേവ്സ് അല്ലെ, റേഡിയോ വേവ്സിലാണ് 10⁻² എന്ന് പറഞ്ഞാൽ എത്രയാ, 100 അല്ലെ, 100 മുകളിൽ വന്നിട്ടുണ്ട് അല്ലെ. 100 മുകളിൽ വരുമ്പോ AM ആയിരിക്കും FM ആയിരിക്കും, AM ആയിരിക്കും. വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. 100 മുകളിൽ കണ്ടോ, ഏകദേശം 100 മുകളിൽ വരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് FM ഉണ്ട് അല്ലെ, FM നിങ്ങൾക്ക് കേട്ടല്ലേ 100 അല്ലെ, എന്താണ് മാംഗോ FM ഒക്കെ 96 പോയിന്റ് അങ്ങനെ പറയാറില്ലേ, അതതിന്റെ വേവ് ലെങ്ത് ആണ്. കേട്ടോ, ഓർത്ത് നോക്കാം, പറയാറില്ലേ, കേട്ടില്ലേ 104 ഉണ്ട് കേട്ടോ. ഇത് പക്ഷെ എന്തായാലും ആവില്ല, എത്രയുണ്ട്, 219 ആണ്. 150ക്ക് മുകളിൽ ഒന്നുമില്ല. അപ്പോ ഇതെന്താണ് ആക്ച്വലി റേഡിയോ വേവ്സ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഒരു ഏകദേശം 50 മുതൽ മുകളിലേക്ക് വരുന്ന എന്തിനും നിങ്ങൾക്ക് എന്ത് വിളിക്കാം, റേഡിയോ വേവ്സ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിൽ നോക്കിയാൽ അറിയാം ആ വാല്യൂര് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 10⁻0 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 10⁻0 1 മുതൽ മുകളിലേക്ക് വേവ് ലെങ്ത് എന്ത് വന്നാലും അതെന്താണ് റേഡിയോ വേവ്സ് കേട്ടോ. AM ആൻഡ് FM എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഈ ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ എഴുതി വെച്ചു. പ്രോബ്ലം 2.4 ആണ് കേട്ടോ. അമൽ ഇപ്പൊ വന്നത് കേട്ടോ. അമൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, അല്ലെങ്കിൽ തനിക്കൊന്നും മനസ്സിലാവില്ല. ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്, ന്യൂ ഈക്വൽ ടു C ബൈ ലാംഡ കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ഒരു ടീം വൈകി വന്നിട്ട് ഇപ്പൊ പറഞ്ഞോളൂ, നമ്മൾ ന്യൂ ഈക്വൽ ടു C ബൈ ലാംഡ ഒന്ന് എഴുതി വെച്ച മോൻ. ന്യൂ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു C ബൈ ലാംഡ. C എന്ന് പറഞ്ഞ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. ഈ വാല്യൂ കാണാൻ പഠിച്ചോണം, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ലാംഡ വേവ് ലെങ്ത്, ന്യൂ ഫ്രീക്വൻസി കേട്ടോ. ഇത് വെച്ചുള്ള ക്വസ്റ്റൻ ആണ് ഇപ്പൊ ചെയ്തത് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നും കൂടി പഠിപ്പിക്കാം. പ്രോബ്ലം 2.4 ഒന്ന് നോക്കിയേ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം 2.4 കേട്ടോ, പേജ് നമ്പർ 39 തന്നെ കേട്ടോ, പേജ് നമ്പർ 39. നമ്മൾ ആ ബുക്ക് എടുത്തിട്ട് കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, വായിക്കാം. ദ വേവ് ലെങ്ത് range of the visible spectrum extended from violet എത്രയാണ്, 400 നാനോമീറ്റർ. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 10⁻⁻9 അല്ലെ, ഓർത്ത് നോക്കുക. പൈക്കോമീറ്റർ 10⁻⁻12 മീറ്റർ. ആങ്സ്ട്രം 10⁻⁻10 അറിയണം കേട്ടോ, ഓർത്ത് നോക്കുക. കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു നോക്കണം, ചോദിക്കും. അപ്പൊ ഈ നാനോമീറ്ററിൽ തന്നേക്കാണ് 2 റെഡ് എത്രയായിരുന്നു, 750 നാനോമീറ്റർ. എക്സ്പ്രസ് ദീസ് വേവ് ലെങ്ത് ഇൻ ഫ്രീക്വൻസി, അതിന്റെ ഫ്രീക്വൻസി കാണാം, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പോൾ ഇക്വേഷൻ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ, രണ്ടിന്റെയും ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ വീണ്ടും എടുത്തെഴുതാം. ന്യൂ ഈക്വൽ ടു C ബൈ ലാംഡ. അവര് ചോദിച്ചേക്കുന്നത് വേവ് ലെങ്ത് തന്നു, വേവ് ലെങ്ത് അല്ലെ, ഓർത്ത് നോക്കുക. ഫസ്റ്റ് കേസ് എന്തായിരുന്നു, ഫസ്റ്റ് ലാംഡ ഈക്വൽ ടു എത്ര പറഞ്ഞേക്കുന്നേ, 400 നാനോമീറ്റർ. ഫസ്റ്റ് കേസ് ആണ്. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പില് 400 ഇൻറ്റു എത്ര എഴുതണം, 10⁻⁻9 മീറ്റർ ഉണ്ടോ, ഓർത്ത് നോക്കുക. ദെൻ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എന്തോരം, ന്യൂ ഈക്വൽ ടു C ബൈ ലാംഡ. C എത്രയായിരുന്നു, 3 × 10⁸ അല്ലെ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ
400 into 10 raised to minus 9 ഉണ്ടോ ഓർത്ത് നോക്കാം. Then nu equal to 3 into 10 raised to 8. ഈ 10 raised to minus 9 ടോപ്പിലേക്ക് വന്നാൽ എന്തോരും 10 raised to 9 ഉണ്ടോ ഓർത്ത് നോക്കാം. ഡിവൈഡഡ് ബൈ 400 ഉണ്ടോ ഓർത്ത് നോക്കാം. 400 4 ആക്കി കൂടെ അപ്പൊ എന്തോരും 3 into 10 raised to 8 into 10 raised to 9 divided by 4 into 10 raised to 2. 10 raised to 2 ഈ ടോപ്പിലേക്ക് കൊണ്ടുപോയ a raised to m divided by a raised to n is equal to a raised to m minus n. പണ്ട് പഠിച്ചിട്ടല്ലേ ഓർത്ത് നോക്കാം. അപ്പൊ 10 raised to 2 ഇവിടെ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്താൽ എത്ര വരും? 10 raised to 7 ഉണ്ടോ ഓർത്ത് നോക്കാം. 10 raised to 7 ഉണ്ടോ. ഇത്രയും നിങ്ങൾ മിനിമം ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. ഞാനിത് ഇപ്പൊ അതിൽ ആൻസർ ഉണ്ട്, എനിക്ക് അത് പറഞ്ഞാൽ മതി. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മാത്തമാറ്റിക്കലി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. ഇങ്ങനെ ചെയ്യണ സമയത്ത് ഡൗട്ട് ഉണ്ടോ? ഈ ചെയ്യണൊക്കെ അറിയാലോ അല്ലെ? ഓർത്ത് നോക്കാം. അന്ന് ചോദിച്ചേക്കണം. ക്ലാരിറ്റി നമ്മൾ അറിയാം എന്നുള്ള രീതിയിൽ അങ്ങ് പോകും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ ചോദിച്ചു പോവാ. ദെൻ 3/4 എത്രയായിരിക്കും? ചെയ്താൽ തന്നെ കിട്ടില്ലേ? കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ആൻസർ ചെയ്താ 7.5 into 10 raised to 14 കേട്ടോ ഓർത്ത് നോക്കാം. 7.45 into 10 raised to 14. ഹേർട്സ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് കേസിന്റെ ആൻസർ. ഫസ്റ്റ് കേസ്. അവർ ചോദിച്ചേക്കുന്നത് ആദ്യത്തെ കേസിൽ 400 നാനോമീറ്ററിന്റെ ഫ്രീക്വൻസി. സെക്കൻഡ് കേസ് എന്തായിരിക്കും അല്ലെ? 7 എത്രയായിരുന്നു ആക്ച്വലി ഒരു കൊടുത്തേക്കുന്നത്? 750 അല്ലെ? 750 നാനോമീറ്ററിന്റെ എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും second case? Second case കേട്ടോ ഓർത്ത് നോക്കാം. ലാംഡ ഈക്വൽ ടു 750 നാനോമീറ്റർ. So lambda equal to 750 into 10 raised to minus 9 meter. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 raised to minus 9 ആണ്. ഓക്കെ. Then next ഇതുപോലെ തന്നെ nu equal to എന്തായിരിക്കും? 3 into 10 raised to 8 divided by 750 into 10 raised to minus 9. കേട്ടോ ഓർത്ത് നോക്കാം. ഇനി നേരത്തെ പറയുന്ന പോലെയൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്ന് കൊണ്ടുവരാം. ആൻസറിലേക്ക് എഴുതുകയാണ് കേട്ടോ. 4 into 10 raised to 14. Very good. ഓക്കെ, ഇത്രയും വരെ എടുത്തെഴുതുക കേട്ടോ. നെക്സ്റ്റ് ടേം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് കേട്ടോ. അടുത്ത ടേം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയുന്ന തിയറി ഉള്ള വലിയൊരു ഹെഡിങ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ. അതിന്റെ അണ്ടറിൽ കുറച്ച് ടേം പറഞ്ഞിട്ടാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറയുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. പക്ഷെ നിങ്ങൾക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷനും അതിൽ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഇത് രണ്ടായിട്ട് തന്നെ മൈൻഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതുന്നത്. അപ്പൊ ആ ഹെഡിങ് എഴുതിയാൽ മതി, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഹെഡിങ് എഴുതി നോക്കുക, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നിങ്ങൾക്കറിയാം റേഡിയേഷൻ എന്താണെന്ന് അറിയാലോ. റേഡിയേഷൻ അല്ലെ, മൊബൈൽ റേഡിയേഷൻ അല്ലെ, ഓർത്ത് വെക്കാം. UV റേഡിയേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു വേവ് ഉണ്ട്, വേവിന് എന്തോ എനർജി ഉണ്ട് അല്ലെ, ഓർത്ത് വെക്കാം. അങ്ങനെ വരുന്ന സമയത്ത് പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ആക്ച്വലി എന്താണ്, സൺലൈറ്റിൽ നിന്ന് വരുന്ന വേവിന് എന്തോ പവർ ഉണ്ട് അല്ലെ, എനർജി ഉണ്ടെന്ന് അറിയാം.
പക്ഷെ അതെങ്ങനെയാണ്, എത്രയാണ് വാല്യൂ, എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ ആയിട്ടില്ല. അപ്പോ ഇവർ പറയുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സൺലൈറ്റ് നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഭയങ്കര ചൂടെടുക്കും. വാട്ട് ഇസ് ദ റീസൺ? എന്തായിരിക്കും? ഹീറ്റ് അല്ലെ, ഹീറ്റ് വരും, അത് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ബോഡി എടുത്തു വെച്ചാൽ എല്ലാ വേവ്സിനെ അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും ബ്ലാക്ക് ബോഡി. ദെൻ നെക്സ്റ്റ് ഈ വേവ്സിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നു എന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ട് വരുന്നു? മനസ്സിലായി? അപ്പൊ ഞാനത് അങ്ങനെ പറഞ്ഞു, ഇയാൾ പറയാണ് ആക്ച്വലി അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പ്രൂവൻ ചെയ്യാൻ പറ്റണം. അത് പ്രൂവൻ ചെയ്യാൻ പറ്റിയ സയന്റിസ്റ്റ് ആണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അതുപോലെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സോളാർ പാനലൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ നിന്ന് എന്ത് കിട്ടും? ഇലക്ട്രിസിറ്റി കിട്ടും അല്ലെ? അപ്പൊ അതിന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോ ഒരു മെറ്റൽ ആണെന്ന് കരുതാം, ബെർലിയം പോലെയുള്ള മെറ്റൽ. ആ മെറ്റലില് എന്താണ്? ബീം ഓഫ് ലൈറ്റ് fall in a metal surface, ejection of electron take place. ejection, ആ ഇലക്ട്രോൺസ് വന്നു, അത് നമ്മൾ ഓൾറെഡി സർക്യൂട്ടിൽ കൂടി പാസ് ചെയ്താൽ എന്ത് പറ്റും? ലൈറ്റ് കത്തും. അപ്പൊ എങ്ങനെയാ പറയണേ? ബീം ഓഫ് ലൈറ്റ് fall in a metal surface, എന്ത് വരും? ejection of electron. That phenomenon is known as photoelectric effect. അപ്പോ അതും ഉണ്ടെന്നറിയാം, ലൈറ്റ് ഒക്കെ വരും, ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട്? വാട്ട് ഇസ് റീസൺ? അങ്ങനെ പറയുന്ന സമയത്ത് പറയും ആ ലൈറ്റിന് എനർജി ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് എക്സ്പെരിമെന്റലി വളരെ അധികം ബുദ്ധിമുട്ടിയിട്ട് കണ്ടെത്തിയതാണ് പ്ലാങ്ക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ആ സയന്റിസ്റ്റ് കണ്ടെത്തിയ ഇക്വേഷൻ E = H nu. കേൾക്കുമ്പോൾ ഭയങ്കര ഈസി അല്ലെ? E = H nu. E എന്ന് പറഞ്ഞാൽ എന്താ? എനർജി. H nu. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും പറയിപ്പിക്കാൻ കാരണം അതിന് വേണ്ടിയിട്ടാ. ന്യൂ എന്ന് പറഞ്ഞാൽ C/λ ഫ്രീക്വൻസി ആണെന്ന് അറിയാം. H എന്ന് പറഞ്ഞാൽ അതാണ് ആ സയന്റിസ്റ്റ് കണ്ടെത്തിയ ആകെ ഒരു കാര്യം അല്ലെ? അതുകൊണ്ട് അയാളുടെ പേര് തന്നെ ഇട്ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എന്താ വിളിക്കുന്നത്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ 6.626 × 10⁻⁻34. ആ വാല്യൂ കണ്ടെത്തിയതിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ ഇവിടുന്ന് ഒരു ലൈറ്റിന്റെ മേത്ത് വീഴുന്നില്ലേ? നോക്കിയേ, ആ ലൈറ്റ് പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് വീഴുന്നത്. എന്താ വിളിക്കുന്നത്? പാക്കറ്റ് ഓഫ് എനർജി. ആ എനർജിയുടെ ഒരു പാക്കറ്റിൽ എത്ര വാല്യൂ ഉണ്ട്? 6.626 × 10⁻⁻34. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലെ ക്വസ്റ്റ്യൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യും. ഇത്തിരി കൂടി പോർഷൻ കഴിയുമ്പോൾ അവർ പറയും ഈ സമയത്ത് ഇതിൽ നിന്ന് എത്ര ലൈറ്റ് നിങ്ങളുടെ മേത്ത് വീഴുന്നുണ്ട്, എത്ര നമ്പർ ഓഫ് ലൈറ്റ്. അല്ല, അതൊരു ഒരെണ്ണത്തിന്റെ അല്ലേ? അതുപോലെ കുറെ ഉണ്ടാവില്ല, മില്യൺ ഒന്നും അല്ല, ട്രില്യൺ ഉണ്ട്. ആ വാല്യൂ എങ്ങനെ കണ്ടെത്തും? ഇത് വെച്ച് തന്നെ കണ്ടെത്തും കേട്ടോ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റിന്റെ മുകളിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ടാവും, എനർജി എത്രയാണോ എന്നെന്ന്. നിങ്ങൾ പറയില്ലേ നോർമലി എന്താ, നമ്മൾ കടയിൽ പോയിട്ട് നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾ ലൈറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ലേ? കടയിൽ പോയിട്ട് നിങ്ങൾ പോയിട്ട് ഇനി കടയിൽ പോയിട്ട് ഒരു ബൾബ്, എനിക്ക് LED ബൾബ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചേട്ടൻ ഒരു കാര്യം ചോദിക്കും, എന്താണ് എത്ര വാട്ട്സിന്റെ ആണെന്ന് ചോദിക്കും. ആ സാധനം എന്താ? എനർജി. കിലോ വാട്ട്സ് ആണ് ആക്ച്വലി വരുന്നത്, അല്ലെങ്കിൽ വാട്ട്സ് അല്ലെ? ഓർത്ത് നോക്കുക, വാട്ട്സ് എന്ന് പറയും. അപ്പോ ഇത് 100, പണ്ടൊക്കെ 100 വാട്ട് ബൾബ് എന്ന് പറയില്ലേ, 100 ജൂൾ ആണ് ആക്ച്വലി എനർജി വരിക. മനസ്സിലായി? അതാണ് എനർജി. അപ്പൊ എന്ത് കിട്ടി? ഇതേ എവിടെയുണ്ട് ഇക്വേഷൻ? ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ, പ്ലാങ്ക്സ് ഫംഗ്ഷന്റെ കണ്ടെത്തിയ ഇക്വേഷൻ ഇതാണ്. E = ഇതൊക്കെ ഒന്ന് മാറ്റിക്കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാങ്ക്സ് ഫംഗ്ഷൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയത് ഇതിനിടയിൽ നോക്കി കളയണ്ട അല്ലെ? ഓർത്ത് നോക്കാം, പുള്ളിക്ക് വിഷമാവും. കേട്ടോ, പർപ്പസ് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയണതൊക്കെ. E = H nu. പണ്ട് നിങ്ങളെ പോലെ എല്ലാ സാധാരണ ആൾക്കാർക്ക് അറിയാം അല്ലെ? ഇപ്പോഴത്തെ സാധാരണ ഫാർമേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറയും, നല്ല നട്ടുച്ചക്ക് ചൂട് കൂടുതലാണെന്നൊക്കെ പറയും. അവരാണ് അത് ഫീൽ ചെയ്യണത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ആക്ച്വലി? എന്ത് വരും? രാവിലെയാണോ ചൂട് കൂടുതൽ? എന്തുകൊണ്ടാ? ഉച്ചക്ക് നേരെ ആവുമ്പോൾ എന്ത് കൂടും? ഫ്രീക്വൻസി കൂടും അല്ലെ? സൺസെറ്റ് റെഡ് ആവാൻ കാരണം എന്താ പറഞ്ഞേ? 10th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് പറ്റും? റിഫ്രാക്ഷൻ കാരണം എന്ത് മാത്രം, ഏത് വേവ് മാത്രം വരും? റെഡ്. എന്തുകൊണ്ട്? വാട്ട് ഇസ് റീസൺ? ഹൈ വേവ് ലെങ്ത്. ഫ്രീക്വൻസി അപ്പൊ എന്തായിരിക്കും? വേവ് ലെങ്ത് കൂടിയ ഫ്രീക്വൻസി കുറയും, ലോ ഉണ്ടോ? അപ്പൊ ഫ്രീക്വൻസി കുറഞ്ഞാൽ എനർജി കുറവ്. അപ്പൊ അതുകൊണ്ടാണ് വൈകിട്ട് അല്ലെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാൽ നടക്കാൻ നല്ല രസമാണ്, സണ്ണൊക്കെ എത്തി അല്ലെ? ഓർത്ത് നോക്കാം. ഇനി ഉച്ചയ്ക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഫ്രീക്വൻസി കൂടും, എനർജി എന്ത് ചെയ്യും? കൂടും. ഇനി ഇവിടെ പറഞ്ഞത് നമ്മൾ ബൾബിന്റെ കാര്യമാണ്. ബൾബ് അപ്പോ വാട്ടിൽ പറയും അല്ലെ, അത് എനർജിയാണ്. അപ്പൊ ഒരു ബൾബിന്റെ വാട്ട് അനുസരിച്ച് ഇപ്പൊ 8 ആണ് അല്ലെങ്കിൽ 100 ആണ്, അത് ഇവിടെ കൊടുക്കും. H കോൺസ്റ്റന്റ് അല്ലേ? ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? C/λ. C കോൺസ്റ്റന്റ് അല്ലേ?
ലാംഡ കണ്ടെത്തിക്കൂടെ? അപ്പോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഓരോ ലൈറ്റിൽ നിന്ന് എത്ര വേവ്സ്, എത്ര നമ്പർ വരുന്നു അതുവരെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. മനസ്സിലായി ഈ ഇക്വേഷൻ വെച്ചിട്ട്? അപ്പോ എന്തോ അങ്ങനെ കണ്ടെത്തിയാ നല്ലതാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊരു ഇത് കിട്ടും, ഇത്ര വേവ്സ് എന്റെ ബോഡിയിൽ ഒരു സെക്കൻഡിൽ വീഴുന്നുണ്ട്, കൊള്ളാം, ആ നമ്പർ കിട്ടും അല്ലെ. അല്ലാതെ പണ്ടൊക്കെ ഞാനൊക്കെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാ, പക്ഷെ അതുവരെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് വെക്കാം. ഇനി വരാൻ പോകുന്ന അല്ലെ ബൾബ് ഏതാ? ഇപ്പൊ എന്താണ് ഉപയോഗിക്കണേ? LED അല്ലെ. അതിനു മുമ്പ് എന്തായിരുന്നു? CFNL കണ്ടല്ലേ? CFNL ഒരു ട്യൂബ് പോലെ അല്ലെ. അതിനു മുമ്പ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ കണ്ടിരുന്ന ഇൻകാൻഡിസൺ ബൾബ്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വലിയൊരു 100 വാട്ടിന്റെ ബൾബ് ഇടും. ആ ഭാഗത്ത് നല്ല ചൂടായിരിക്കും, അത്രയ്ക്ക് ഇതായിരുന്നു. വലിയ ബൾബ് ഇടും ഒരു 100 150 വാട്ടിന്റെ ഒക്കെ. ഇപ്പൊ 150 അല്ലെ, എന്തോരം എനർജി പോകുന്നതാണ്. ഇനി വരുന്നത് ഗ്രാഫീന്റെ ആണ് കേട്ടോ. പുറത്ത് നോക്കാം. അടുത്ത വരുന്നത് ഇതിനേക്കാൾ കൺസപ്ഷൻ 60% കുറവാണ് അടുത്ത വരുന്ന കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതി പോകും. നെക്സ്റ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ടേം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ്. അപ്പൊ ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ആണ് ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എഴുതും കേട്ടോ. അത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന അങ്ങനെയല്ല, ആ ഒരു ഓർഡറിൽ മാറ്റുന്നതിന്റെ കാരണം അതാണ്, നിങ്ങളുടെ മൈൻഡിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ആൻ ഐഡിയൽ ബോഡി ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അണ്ടർലൈൻ ചെയ്യുക. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഒറ്റ പോയിന്റ് ഉള്ളൂ. ആൻ ഐഡിയൽ ബോഡി which emits an ideal body which emits and absorb an ideal body which emits and absorb radiation of all frequencies uniformly is called a black body. And the radiation emitted by such a body is called black body radiation. Black body radiation. യെസ്, അത് കാരണമാണ് ചൂടുകാലത്ത് അല്ലെ നമ്മൾ വൈറ്റ് ഡ്രസ് ഇടാൻ പറയുന്നതിന്റെ കാരണം, വൈറ്റ് ഡ്രസ് വന്ന എല്ലാ വേവ്സിനെയും എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് പോകും. ബ്ലാക്ക് അല്ലെ നമ്മൾ ശ്രദ്ധിച്ചാൽ റഷ്യ നിങ്ങളൊന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ വല്ല ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു കൺട്രിയാണ് ആക്ച്വലി റഷ്യ. അപ്പോൾ ബ്ലാക്ക് ഇട്ട് കഴിയുമ്പോൾ എന്ത് കിട്ടും, എവിടെയൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ ആ എനർജി മുഴുവനും അല്ലെ അതിലേക്ക് വലിച്ചെടുക്കും, ആ ബോഡിയിലേക്ക്. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എഴുതിക്കോ കേട്ടോ. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അടുത്ത ഹെഡിങ് പ്ലാങ്ക്, എന്നിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, PLANCKS, പ്ലാങ്ക്സ് കേട്ടോ. ക്വാണ്ടം തിയറി, QUANTUM, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് നമുക്കൊന്ന് എഴുതേണ്ടത്. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോ. മാക്സ് പ്ലാങ്ക്സ് എന്നാണ് സയന്റിസ്റ്റിന്റെ ഫുൾ നെയിം. പ്ലാങ്ക്സ് assumed that radiation could be subdivided into discrete
discrete chunks of energy. CHUNKS, discrete chunks of energy. Such discrete meaning. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ചങ്ക്സ്, ഒരു പീസ് പോലെ ഓർത്ത് നോക്കാം. ഒരു കേക്ക് എടുക്കുകയാണെന്ന് കരുതാം, അതിനെ കട്ട് ചെയ്ത് ഒരു പീസാക്കി ഓരോ ചങ്ക്സ് ഒരു ഈക്വൽ ആയിട്ട് അങ്ങ് എടുത്ത് വെച്ചെന്ന് കരുതാം. ചങ്ക്സ് ഓഫ് എനർജി. പിന്നെ അതിനെ പാക്കറ്റ് ആക്കിയാൽ മനസ്സിലായി. ആദ്യം അങ്ങനെ പറഞ്ഞേ, പിന്നെ ഒന്നും കൂടി വെൽ ഡിഫൈൻഡ് ആക്കി. വെൽ ഡിഫൈൻഡ് ആക്കുമ്പോൾ എന്താ ആക്ച്വലി പറഞ്ഞേ, ഒരു കേക്ക് നിങ്ങൾക്ക് വലിയ ഒന്ന് കട്ട് ചെയ്യും, അപ്പൊ അൺഈക്വൽ പോർഷൻ വരൂല്ലേ, അത് വരാതിരിക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്തു, പാക്കറ്റ് ആക്കി. പാക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പാക്കറ്റിൽ മാറുമോ, വാല്യൂ ഒക്കെ മാറുമോ, ഇല്ല അല്ലെ, യാതൊരു ഇതിൽ നമ്മൾ ഫിസിക്കലി കട്ട് ചെയ്യുമ്പോൾ മാറും. അപ്പൊ അടുത്ത ടേം അതിനെ പാക്കറ്റ് എന്നുള്ള വേർഡിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഓർത്ത് നോക്കാം. ചങ്ക്സ് ഓഫ് എനർജി, ഫുൾ സ്റ്റോപ്പ്. ഓർത്ത് നോക്കാം. ഹി ഗേവ്, ഫുൾ സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ ഹി ഗേവ് ദ നെയിം, he gave the name quantum, 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 to the smallest quantity of energy smallest quantity of energy, smallest quantity of energy that can be emitted or absorbed, that can be emitted or absorbed in the form of electromagnetic radiation. Smallest quantity of energy that can be emitted or absorbed in the form of electromagnetic radiation. In the form of electromagnetic radiation. Electromagnetic radiation. Full stop. നോക്കാം. ഇനി നമ്മൾ ആ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാണ്. അപ്പോ അവിടെ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ് സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി. ഒന്ന് അണ്ടർലൈൻ ചെയ്യും. സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി ആൻഡ് ക്വാണ്ടം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഈക്വേഷൻ എഴുതാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈക്വേഷൻ ഈക്വൽ ടു എച്ച് ന്യൂ, ഈക്വൽ ടു എച്ച് ന്യൂ, ഈക്വൽ ടു എച്ച് ന്യൂ. ഈ എനർജി ഓരോന്നും ക്ലാരിറ്റി ആയിട്ട് എഴുതണം കേട്ടോ. അതിന്റെ താഴെ ഈ എനർജി എടുത്തെഴുതണം. എച്ച് എന്താ വിളിക്കുന്നത്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാല്യൂ കാണാതെ പഠിക്കണം. 6.626 into 10⁻⁻34. 6.626 into 10⁻⁻34. ന്യൂ എന്താണ് അവൻ പറഞ്ഞേ, ഫ്രീക്വൻസി. ന്യൂ ഫ്രീക്വൻസി. ഇതിന്റെ യൂണിറ്റ് ജൂൾ സെക്കൻഡ് ആണ് കേട്ടോ. ജൂൾ സെക്കൻഡ്. എനർജിയുടെ യൂണിറ്റ് എന്താ, ജൂൾ അല്ലെ. ഓർത്ത് നോക്കാം. പെർ സെക്കൻഡ്, ഒരു സെക്കൻഡില് വരുന്ന കേട്ടോ. ഓർത്ത് നോക്കാം. ജൂൾ സെക്കൻഡ്. ദെൻ ഇത് എഴുതിയേക്കുന്നതിന് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതി. ഈ ഇക്വേഷനിൽ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ എഴുതിയേക്കുന്ന ഇതിന് മൊത്തം സ്റ്റേറ്റ്മെന്റ് ഇയാൾ പറയുന്നത് എല്ലാം എച്ചിനെ കുറിച്ചാണ്. എച്ച് എന്തായിരുന്നു അല്ലെ, ഒരു ചങ്ക്സ് ഓഫ് എനർജി അല്ലെ, ഡിസ്ക്രീറ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പാക്കറ്റ് ഓഫ് എനർജിയാണ്, അല്ലെങ്കിൽ ചങ്ക്സ് ഓഫ് എനർജിയാണ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ദെൻ നെക്സ്റ്റ് അതിന്റെ വാല്യൂ എത്രയായിരുന്നു, 6.626 into 10⁻². ഒരു പാക്കറ്റിന്റെ വില ആണ് ഈ എഴുതിയേക്കുന്നത്. അപ്പൊ 10 പാക്കറ്റ് ആണെങ്കിൽ ഇൻറ്റു 10 നമ്പർ ആണ് ഫ്രീക്വൻസി. കണ്ടോ, ഓർത്ത് നോക്കാം. ഫ്രീക്വൻസി കൂടുന്തോറും എനർജി ഇൻക്രീസസ് അല്ലെ. പാക്കറ്റിന്റെ വില കൂടുമോ, ഇല്ല. പാക്കറ്റ് അവിടെ ഫിക്സ്ഡ് വാല്യൂ. ആ രീതിയിൽ മൈൻഡിൽ കൊണ്ടുവരാം. നെക്സ്റ്റ് ഇതിന്റെ താഴെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെ വേർഡിൽ എഴുതണ്ടേ നമുക്ക് കേട്ടോ. ഒന്ന് എഴുതി വെക്കാം. The energy of quantum of radiation, the energy of quantum of radiation
is proportional to its frequency, the energy of quantum of radiation is proportional to its frequency. Its frequency അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. അടുത്ത ഹെഡിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. നെക്സ്റ്റ് ഹെഡിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇതൊരു മെറ്റൽ ആണെങ്കിൽ മെറ്റലിലേക്ക് അല്ലെ, സീഷ്യം, ബെർലിയം പോലുള്ള മെറ്റൽസ് ആണ്. ആ മെറ്റൽസിലേക്ക് ലൈറ്റ് വരുമ്പോൾ അതിൽ നിന്ന് അല്ലെ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്താ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ് അത് തന്നെ എഴുതും നമ്മൾ. സെക്കൻഡ് പോയിന്റ് ഇവർ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു സോളാർ പാനൽ വെച്ചു, നല്ല മിഡിൽ ഉച്ചയ്ക്കാണോ അതോ ഒരു ഏർലി മോർണിംഗിലായിരിക്കോ കൂടുതൽ അതിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞാൽ മതി. എന്ന് പറയുമ്പോൾ എന്ത് പറയും സയന്റിഫിക്കലി? വേവ് ലെങ്ത് ആണോ ഫ്രീക്വൻസി ആണോ? വേവ് ലെങ്ത് കൂടുമോ? വൈകിട്ട് എന്താവും വേവ് ലെങ്ത്? ഫ്രീക്വൻസി കൂടും. അത് തന്നെ ഉണ്ടോ? അപ്പൊ ഫ്രീക്വൻസി ഇതേയും കൂടുമ്പോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറയും. അത് കൂടുമ്പോ എന്ത് വരും? ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ അവർക്ക് അത് പ്രൂവൻ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ഇക്വേഷനും കൊണ്ടുവരും നമ്മൾ കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ്, the electron are ejected from the metal surface. The electrons, ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ്. The electrons are ejected from the metal surface. The electrons are ejected from the metal surface as soon as the beam of light strikes the surface. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഈ ഡെഫിനിഷൻ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ ഒരു വേർഡ് പോലും ഇത് നോക്കാതെ പറയുന്നില്ല. എന്റെ രണ്ട് കാരണമാണ്. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് 11th ആണ്. 11th ഒന്നല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് എഴുതി വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്നത് എവിടെ നിന്ന് ഒന്നെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ പറയാം, ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ പറയുന്ന വേർഡ് എല്ലാം എവിടെ നിന്ന് തന്നെയായിരിക്കും? ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചതാണ് എന്ന് പറയാം. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, ബീം ഓഫ് ലൈറ്റ് ഫോൾ ഇൻ എ മെറ്റൽ സർഫസ് ഇജക്ഷൻ, അത് വേറെ ഗൈഡുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ടീച്ചർ ചിലപ്പോൾ അതായിരിക്കില്ല, വേറെ രീതിയിലായിരിക്കും. അങ്ങനെ എഴുതുമ്പോഴാണ് നിങ്ങൾ ഇത് എഴുതി വന്നേക്കുന്നത്. അപ്പൊ കാണുമ്പോൾ മിസ് ചോദിക്കും, ഇത് ഞാൻ എഴുതിയേക്കുന്ന വേർഡല്ലോ എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഒരു ബുക്ക് തരും. ബുക്കിൽ കുറെ വേർഡൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ടായിരിക്കും, കുറച്ചും കൂടി ഈസി ആക്സസ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നോക്കുക. നിങ്ങളുടെ ടീച്ചറിന്റെ പെർസ്പെക്റ്റീവുകൾ എഴുതാനും നോക്കുക കേട്ടോ. നോക്കുക എഴുതുമ്പോൾ എപ്പോഴും ആരുടെ വ്യൂ തന്നെ, നിങ്ങളുടെ ടീച്ചർ ആരാണോ എന്നാൽ മാത്രമാണ് 11th മാർക്ക് ചെയ്യുള്ളൂ. 12th അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. 12th എന്താണ്, ബോർഡിന് വേണ്ടിയിട്ട് എയിം ചെയ്യുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഇടയ്ക്ക് അങ്ങനെ പറയുന്നതിന്റെ കാരണം അതാണ് കേട്ടോ. ഓക്കെ, എഴുതി വെച്ചു. എവിടെ വരെ എഴുതി? ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്ക് ദ സർഫസ്, that is beam of light strike the surface, that is there is no time lag between the striking of light and the ejection of electron. That is, there is no time lag between the striking of light and the ejection of electron from the metal surface. കേട്ടോ, ഓർത്ത് നോക്കുക. ആ ബീം വീഴുന്ന അതേ അല്ലെ, ലാഗ് ഒന്നുമില്ല, ഓൺ ദ സ്പോട്ട് തന്നെ ഇജക്ഷൻ നടക്കും. No time lag between the striking of light and the ejection of electron from the metal surface. Second point,
Second point. The number of electron ejected is the number of electron ejected is the number of electron ejected is proportional to the intensity or brightness of light. The number of electron ejected is proportional to the intensity or brightness of light. Intensity or brightness of light. Brightness of light. ഞാൻ പറഞ്ഞു അല്ലേ, നമുക്ക് ഒരു ഉച്ചയാവും ബ്രൈറ്റ്നസ് കൂടും അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഹയർ ആകും. ദെൻ തേർഡ് പോയിന്റ് ആണ് മിനിമം വരുന്നത്. തേർഡ് പോയിന്റ്, നെക്സ്റ്റ് ലൈൻ, ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസി, THRESHOLD, ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ത്രഷോൾഡ് ഫ്രീക്വൻസി? ഓർത്ത് നോക്കുക. ത്രഷോൾഡ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ ദി ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് നോൺ ആസ് ദി ത്രഷോൾഡ് ഫ്രീക്വൻസി. ഞാൻ ഒരു എക്സാമ്പിൾ പറയും. ഞാനിപ്പോ ഇവിടെ ഇടിച്ചു, ഈ വോള് മറിഞ്ഞു വീഴുകയില്ലയോ? വൈ? അപ്പൊ എന്റെ എനർജി അവിടെ പോയി. എന്റെ എനർജി എന്തായാലും ഇവിടെ ഉണ്ട് അല്ലെ? ഓർത്ത് നോക്കുക. ആ സമയത്ത് ഒരു ബുൾഡോസർ ഇടിച്ച പോകും കേട്ടോ, ഓർത്ത് നോക്കുക. അതവിടെ ജിപ്സം ബോർഡാ ആക്ച്വലി. അപ്പോ ഇൻ കേസ് ഞാനത് ഇടിക്കണ സമയത്ത് ഒരു എനർജി കൊടുത്തു. ആ എനർജി അല്ലെ, അതിന് പകരം ഞാൻ ഒരു ബുൾഡോസർ കൊണ്ട് ഇടിച്ചാൽ എന്ത് പറ്റും? പൊട്ടിപ്പോകും അല്ലെ? ഓർത്ത് നോക്കുക. അപ്പോ എനർജി കൊടുത്താൽ എന്തായാലും ഇത് മൂവ് ചെയ്യുന്ന അറിയാം അല്ലെ? അപ്പോ ഒരു ബുൾഡോസർ അല്ലെങ്കിൽ അതിങ്ങനെ കൊടുക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ കൊടുത്ത് ഒരു എനർജി എത്തുമ്പോഴാണ് പൊട്ടുന്നത്. അപ്പൊ ഒരു മിനിമം എനർജി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പൊട്ടുകയുള്ളൂ. ഇനി പേപ്പർ കത്തിക്കണം. പേപ്പർ കത്തിക്കുന്ന സമയത്ത് നനഞ്ഞ പേപ്പർ ആണെങ്കിൽ കത്തുവോ? വായ. ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ട് അതിന് അല്ലെ? ആ ടെമ്പറേച്ചറിലാണ് അത് കത്തുക. അങ്ങനെയുള്ള ഒരു മിനിമം ആയിട്ടുള്ള എനർജി എല്ലാ കൺസെപ്റ്റിലും വരും. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ ത്രഷോൾഡ്, ഇനി കുറെ കഴിയുമ്പോൾ കുറെ വേർഡ് ഉണ്ട് ഈ ത്രഷോൾഡ് വെച്ചിട്ട്. ത്രഷോൾഡ് ഫ്രീക്വൻസി വരുന്ന വേർഡ് തന്നെ കുറെ ഇതുണ്ട്. ഓസിലേഷന്റെ തിയറി ഉണ്ട്. ഇനി അടുത്ത വർഷമാണെങ്കിൽ കൊളൂഷൻ തിയറി ഉണ്ട്. അവിടെയൊക്കെ ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രഷോൾഡ് എനർജി എന്നുള്ള വേർഡ് ഒക്കെ കാണും. അങ്ങനെ കണ്ടാൽ ഓർത്തു നോക്കുക എന്താണ്, എല്ലാത്തിലും ഒരേ വേർഡ് ആയിരിക്കും. ഡെഫിനേഷൻ എന്തായിരിക്കും? ഇപ്പൊ ഇതിന്റെ കേസിൽ എന്താണ്? മിനിമം എനർജി റിക്വയർഡ് ഫോർ എന്താണ് അല്ലെ? ബ്രേക്കിംഗ് ഓഫ് ദിസ് വാൾ ഈസ് നോട്ട് നെസസറി ഫോർ മൈ എനർജി. ഉണ്ടോ? അങ്ങനെ വരും. അതുപോലെ നമുക്ക് ഒരു ലൈറ്റ് വന്നിങ്ങനെ ഇടിക്കുന്നു. അപ്പൊ ഒരു ഇല്ലേ, ഇപ്പൊ ഇവിടെ ഒരു സീഷ്യം വെച്ചു, ഈ ലൈറ്റിൽ അത് ഒന്നും ഉണ്ടാവുന്നില്ല. വൈ? ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായിരിക്കും അല്ലെ? ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ആക്ച്വലി. LED ഒക്കെ ഭയങ്കര സോഫ്റ്റാ. അപ്പോ അത് വെച്ച് പറ്റത്തില്ല. അപ്പൊ ആ മിനിമം എനർജി വേണം. ആ മിനിമം എനർജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ന്യൂ ഉപയോഗിക്കും. എനർജി ഉപയോഗിക്കുമ്പോൾ എന്ത് വിളിക്കും? ത്രഷോൾഡ് എനർജി എന്ന് വിളിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇപ്പൊ നമ്മളത് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതാണ് കേട്ടോ. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് എഴുതി വെച്ചു. ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ the minimum energy required for ejection of electron take place. The minimum energy required for ejection of electron take place. Ejection of electron take place. ഇനി അത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ എഴുതണം, ന്യൂ ബാർ അല്ല, സോറി, ന്യൂ നോട്ട് ആയിട്ട് ഈ ന്യൂ എഴുതാം. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ആ ഹെഡിങ് തന്നെ ഇങ്ങനെ കൊടുത്തു കേട്ടോ. ത്രഷോൾഡ് ഫ്രീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂ എഴുതിയിട്ടൊരു നോട്ട്, ന്യൂ നോട്ട്. ഇനി ഇവിടെ നിന്ന് അവരൊരു ഇക്വേഷൻ കൊണ്ടുവരുന്നതാണ്. ഒരു കൊച്ചു ഡെറിവേഷൻ പോലെ ഉണ്ട്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞിതുള്ളൂ, പക്ഷെ അത് വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ നമുക്ക് അതല്ല, കുറച്ചൊന്ന് ഡിറൈവ് ചെയ്ത് പോകാനുണ്ട്. ഇതിൽ നിന്നൊരു ഇക്വേഷൻ കൊണ്ടുവരുന്നത് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫിന്റെ ഇക്വേഷൻ കൊണ്ടുവരുമ്പോഴും ഞാൻ പറഞ്ഞു എന്താണ്, എനർജി കൂടുന്തോറും അല്ലെ, ഇപ്പൊ ഒരു സീഷ്യം അല്ലെങ്കിൽ ബെർലിയം, അവിടെ എക്സാമ്പിൾ എഴുതി വെക്കട്ടോ. ഈ പറയുന്ന മെറ്റൽസിനൊന്ന് എക്സാമ്പിൾ എഴുതി വെച്ചോ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എക്സാമ്പിൾ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് കൊടുക്കുന്നത് സീഷ്യം, CAESIUM എക്സാമ്പിൾ കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉള്ള മെറ്റൽസ് ആണ്. മെറ്റൽസ് സീഷ്യം, റുബീഡിയം,
പൊട്ടാസ്യം, ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ കേട്ടോ. സീഷ്യം, റുബീഡിയം, പൊട്ടാസ്യം എക്സാമ്പിൾ ആണ്. സീഷ്യം CAESIUM നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരൊക്കെയാ വരുന്നത് അല്ലെ? സോഡിയം, പൊട്ടാസ്യം അല്ലെ, ഈ ഇതൊക്കെ വരുന്നതാണ്. റുബീഡിയം, സീഷ്യം, റുബീഡിയം, പൊട്ടാസ്യം. സീഷ്യം, റുബീഡിയം, RUBIDIUM, റുബീഡിയം, പൊട്ടാസ്യം. ഇനി ഇവിടെ നിന്ന് ഒരു കുഞ്ഞ് ഡെറിവേഷനിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എനർജി E=H nu0. ഇത് കണ്ടോ, H nu0 എന്ന് പറയുന്നത്. nu0 എന്തായിരുന്നു? ത്രെഷോൾഡ് ഫ്രീക്വൻസി പ്ലസ് ഹാഫ് mv². അത് എവിടെ നിന്ന് കിട്ടി? ഹാഫ് mv² എന്ന് പറഞ്ഞാൽ എന്താ പണ്ട് പഠിപ്പിച്ചേക്കുന്നത്? എന്തിന്റെ ഇക്വേഷൻ? ഹാഫ് mv². കൈനറ്റിക് എനർജി. വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താ? mgh. പറഞ്ഞോയാ മാസ്. നിങ്ങളിപ്പോ ഹൈറ്റ് കൂടിയപ്പോ എനർജി എന്ത് ചെയ്യും? കൂടും അല്ലെ, മുകളിലേക്ക് പോകും തോറും അല്ലെ. ഹാഫ് mv² കേട്ടോ, ഓർത്ത് നോക്കാം. മാസ് കൂടും തോറും കൈനറ്റിക് എനർജി അല്ലെ ഇൻക്രീസ് ചെയ്ത് വരും. ഹാഫ് mv². then equal to H nu0 plus half mv² എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് വരുന്നത്. ഇതില് ഈ nu0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ത്രെഷോൾഡ് ഫ്രീക്വൻസി കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി E എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈക്വൽ ടു H nu അല്ലേ. അപ്പൊ ഞാൻ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ H nu ഈക്വൽ ടു H nu0 പ്ലസ് ഹാഫ് mv² കേട്ടോ, ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ ഡെറിവേഷൻ പോലെ ഫുൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ദെൻ അത് ബാക്കിൽ ക്വസ്റ്റൻ ആയിട്ടൊക്കെ വരാറുണ്ടാവും, അതുകൊണ്ടാണ് ഫുൾ എഴുതുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ നിന്ന് തൊട്ടേ തുടങ്ങണേ. ഈക്വൽ ടു H nu. അത് കഴിഞ്ഞ് ഇത് എന്താ? ഫോട്ടോ ഇലക്ട്രിക് എനർജി തന്നെയാണ്. എന്തിന്റെ എനർജി? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ H nu ഈക്വൽ ടു H nu0 പ്ലസ് ഹാഫ് mv². ഓക്കെ, ദെൻ ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് പറ്റും? H nu മൈനസ് H nu0. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇത് പ്ലസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഈക്വൽ സൈന്റെ പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് വരും, അങ്ങനെയല്ലേ? ഈക്വൽ സൈന്റെ പുറത്തേക്ക് പോകുമ്പോ അല്ലെ, പുറത്ത് നോക്കാം. ഈക്വൽ ടു എന്ത് വരും? ഹാഫ് mv². ഹാഫ് mv² എന്ന് പറഞ്ഞാൽ എന്താ പഠിപ്പിച്ചേക്കുന്നത്? കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് KE അല്ലെ. KE കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്ത് വരും? H nu മൈനസ് H nu0. ശരിയല്ലേ? ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്? H. അത് ഞാൻ പുറത്ത് എടുക്കുകയാണ് കേട്ടോ, H. അപ്പൊ എന്ത് വരും? ന്യൂ മൈനസ് nu0 അല്ലെ, ഈക്വൽ ടു എന്ത് വരും? KE കേട്ടോ, ഓർത്ത് നോക്കുക, KE. അപ്പോ ഇത് ക്വസ്റ്റ്യനിൽ നമുക്കൊക്കെ ചെയ്യാനായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് ഡിറൈവ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഈ ഇക്വേഷനിലേക്ക് വരും കൈനറ്റിക് എനർജി കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം എടുത്ത് എഴുതുക കേട്ടോ. ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്, പവർ അല്ല കേട്ടോ. nu0 നമ്മൾ നേരത്തെ എഴുതി വെച്ചില്ലേ, ത്രെഷോൾഡ് ഫ്രീക്വൻസി. ന്യൂ ബാർ പോലെ കൊടുക്കുന്നതാണ് nu0. നോട്ട് എന്നാ പറയാറ് കേട്ടോ, ന്യൂ നോട്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെ എഴുതണം. ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതുമ്പോൾ എന്ത് എഴുതണം? എനർജി. എന്തിന്റെ എനർജിയാ? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇക്വേഷൻ ഇതാണ് കേട്ടോ, ഇക്വേഷൻ ഇതാണ്. ഈ എന്താണ് കൊടുത്തേക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. വേഗം എടുത്ത് എഴുതും കേട്ടോ, ഓർഡർ എഴുതിയോ? കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതി കഴിഞ്ഞാണോ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എക്സസൈസില്. അപ്പൊ അതിന് അവർ ചെയ്തേക്കുന്ന ഗെയിം എന്താന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇല്ലേ, H nu0, അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് വർക്ക് ഫംഗ്ഷൻ. W എന്നാ കൊടുക്കുക, വർക്ക് ഫംഗ്ഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇത് ഇത്ര എഴുതി കഴിഞ്ഞിട്ട് കേട്ടോ, ഇത്ര ആദ്യം എഴുതി കഴിയണം. ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതണം H nu0 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് എടുത്ത് എഴുതണം കേട്ടോ. H nu0 എന്നെ വിളിക്കുന്ന പേരെന്താ? വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ H nu0 വർക്ക് ഫംഗ്ഷൻ.
എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ. എച്ച് ന്യൂ സീറോ വർക്ക് ഫംഗ്ഷൻ. അത് എടുത്തെഴുതണം കേട്ടോ. അപ്പൊ ഒന്ന് ഇതെടുത്തെഴുതണം. എച്ച് ന്യൂ സീറോനെ വിളിക്കുന്ന പേര് വർക്ക് ഫംഗ്ഷൻ ആണ്. ഇത് ഈ വാല്യൂ ഉണ്ടോ, ഇതിനൊരുമിച്ച് വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ വാല്യൂ തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റ് ബുക്കില് കേട്ടോ. ഇനി ഇവിടെ ഈ ഏരിയ ഒന്ന് കണ്ടമാനം ക്വസ്റ്റ്യൻ ചോദിക്കാം അവർക്ക്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ന്യൂ തരും അവര്, എന്നിട്ട് ഇതിന്റെ വാല്യൂ തരും, ഇത് ചോദിക്കും, ഈ ചോദിക്കും ഡയറക്റ്റ് ആയിട്ട് ഈ. പക്ഷെ ഇതിനു മുമ്പ് വേറെയൊക്കെ ചോദിച്ചേക്കുന്ന ഏരിയയില് മിക്കപ്പോഴും ന്യൂ സീറോ തന്നിട്ട് കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും വരുന്നത്. ഇനി കെ തന്നിട്ട് ആക്ച്വലി അവര് ചോദിച്ചേക്കുന്ന ഈ കെ ഇത് കണ്ടോ, ഇപ്പൊ ഈ ഇക്വേഷനിലൊക്കെ അവര് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കെ തന്നിട്ട് ഈ വർക്ക് ഫംഗ്ഷൻ തരും. അപ്പൊ നേരെ പ്രതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ഹാഫ് എം വി സ്ക്വയർ വെച്ചിട്ട് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഫംഗ്ഷൻ കേട്ടോ. അപ്പൊ ആ വാല്യൂ അങ്ങനെ എടുത്ത് തരാറുണ്ട്. അപ്പൊ ഒന്ന് എഴുതി വെക്കണം കേട്ടോ, എച്ച് ന്യൂ സീറോ വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, മറക്കരുത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇപ്പൊ നമ്മൾ ഒരെണ്ണത്തിന്റെ മറ്റേ ഈ ന്യൂ ഞാൻ ശരിയാക്കി, എന്നിട്ട് ഇന്ന് സെറ്റ് ഓഫ് ഇക്വേഷൻസ് എഴുതും. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഇത് കിട്ടാതിരിക്കരുത് കേട്ടോ, ഓർത്ത് വെക്കാം. അതുകൊണ്ട് അത് ശരിയാക്കിയത് ന്യൂ സീറോന്റെ 2 ക്വസ്റ്റൻ ഒക്കെ ചെയ്തു. ഇനി ഇതിന്റെ കുറെ ചെയ്യുമ്പോൾ ടൈം പോകണ്ട. അപ്പൊ നമുക്ക് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം സ്പെക്ട്രം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് സ്പെക്ട്രം. സ്പെക്ട്രം ഹെഡിങ് കേട്ടോ, സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായല്ലോ സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, waves arranged in dash and dash. Waves arranged increasing order of wavelength or frequency. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക്കും വന്നു. വെറും സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസിബിൾ റീജിയൻ. വിബ്ജിയോറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പെക്ട്രം അല്ലെ. അപ്പൊ ഒരു പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എക്സ്പെരിമെന്റ്, ഒരു അല്ലെ ഒരു ഗ്ലാസ് പ്രിസം അല്ലെ, അത് കൂടി അത് തന്നെ. അപ്പൊ അതൊന്നും എഴുതും, നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് അവിടെ ആ ടോപ്പിക്കിൽ ആകെ ചോദിക്കുന്ന എമിഷൻ സ്പെക്ട്രം ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറെ ഏരിയാസിൽ ഇങ്ങനെ ഒരു കുറെ കൺസെപ്റ്റുകൾ ഉണ്ടാവും, നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കാവൂ കേട്ടോ. ഈ ചാപ്റ്റർ ഒക്കെ വലിയ ലെങ്തിയാണ്. സ്പെക്ട്രം എഴുതി വെച്ചത് ഓർഡിനറി വൈറ്റ് ലൈറ്റ് സ്പെക്ട്രം അണ്ടർലൈൻ ചെയ്ത് എഴുതി വെക്കുക. ഓർഡിനറി വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ സൺലൈറ്റ് ആണ് കേട്ടോ. ഓർഡിനറി വൈറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് waves with all the wavelength in the visible range, all the wavelength in the visible range, all the wavelength in the visible range, comma, a ray of white light is spread out. A ray of white light is spread out into a series of colored band. White light is spread out into a series of colored band called spectrum. Colored band. ഏത് കളറൊക്കെ വരുന്നത്, വിബ്ജിയോർ അല്ലെ, ഓർത്ത് നോക്കാം. അത് ഇത് തന്നെ ഒരു 2 പേജൊക്കെ ഒരു പാരഗ്രാഫ് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതറിയാവുന്നതല്ലേ. ബ്രാക്കറ്റിൽ ആ കളേഴ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, ഓർത്ത് നോക്കാം. അടുത്ത ഹെഡിങ് എഴുതി നോക്കുക, എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. നെക്സ്റ്റ് ഹെഡിങ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പൊ സ്പെക്ട്രം അത് കഴിഞ്ഞിട്ട് എന്താ എഴുതാൻ പോണേ, എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം.
അതിൽ ഓരോ പോയിന്റ്സ് ആയിട്ടാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. The spectrum of radiation, the spectrum of radiation, the spectrum of radiation emitted by a substance, spectrum of radiation emitted by a substance that has absorbed energy is called, that has absorbed energy is called an emission spectrum. Substance that has absorbed energy is called an emission spectrum. Emission spectrum. Second point കേട്ടോ. Second point, an absorption spectrum. Second point, an absorption spectrum is like the photographic negative. Second point കേട്ടോ. An absorption spectrum is like the photographic negative, the photographic negative of an emission spectrum, of an emission spectrum. An absorption spectrum is like the photographic negative of an emission spectrum. അടുത്ത പോയിന്റ് കൂടി, രണ്ട് പോയിന്റ് കൂടി എഴുതിയിട്ട് അതൊക്കെ എന്താണെന്നൊക്കെ പറയാം. നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. An absorption spectrum is like the photographic negative of an emission spectrum. Third point, the study of emission or absorption spectrum. Third point, the study of emission or absorption spectrum. The study of emission or absorption spectrum is referred to as spectroscopy. The study of emission or absorption spectrum is referred to as spectroscopy. SCOPY, scopy. Spectroscopy ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, ഒറ്റ വേർഡാണ് സ്പെക്ട്രോസ്കോപ്പി. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ, ഓൺലൈനിലേക്ക് ഇരിക്കുന്ന ആൾക്കാര്. സ്കോപ്പി. The study of emission or absorption spectrum is referred to as spectroscopy. SPECTROSCOPY. SCOPY. സ്പെക്ട്രോസ്കോപ്പി. എസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാ സ്പെക്ട്രോസ്കോപ്പി. ഒരു പോയിന്റ് കൂടി എഴുതാനുണ്ടോ? നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി എഴുതിട്ടാ നമുക്ക് പറയാം. ലൈൻ എമിഷൻ, അടുത്ത ലൈൻ, അടുത്ത പോയിന്റ്. ലൈൻ എമിഷൻ സ്പെക്ട്രം. ലൈൻ എമിഷൻ സ്പെക്ട്രം line emission spectrum, study of electronic structure, study of electronic structure. Line emission spectrum refer എന്ന് എഴുതി കേട്ടോ, refer the study of electronic structure, study of electronic structure. Study of electronic structure. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇതിലേക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് പോയിന്റ്, എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് എഴുതിയത് ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സ്പെക്ട്രം എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താണ് എമിഷൻ സ്പെക്ട്രം, പിന്നെന്തായിരുന്നു അബ്സോർപ്ഷൻ സ്പെക്ട്രം, സ്പെക്ട്രോസ്കോപ്പി. അപ്പോ ഇത് രണ്ടും ഒരുമിച്ച് ഒരു ഇത് എടുക്കാം. പണ്ട് കാലത്ത് നമുക്ക് ഫോട്ടോഗ്രാഫിക് ഫിലിമുകളാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ആക്ച്വലി അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഉള്ളിലൊരു ഫിലിം ഉണ്ടാവും.
ഓർത്ത് നോക്കുക. ആ ഫിലിം എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സിൽവർ ബ്രോമൈഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ്. അത് എടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഇനിയിപ്പോ ഇയാളെ തന്നെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിക്കാം കേട്ടോ. ഓർത്ത് നോക്കുക എന്താ സംഭവിക്കുന്നത്? ആ ഷട്ടറിൽ ഒരു സെക്കൻഡ് അല്ലെ, ആ ഷട്ടർ ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ലൈറ്റുകളെല്ലാം എന്റെ ബോഡിയിൽ വന്നിടിക്കും. ഈ കളർ എന്തുകൊണ്ടാണ് വരുന്നത്? വാട്ട് ഇസ് റീസൺ? എങ്ങനെയാ വരുന്നത്? ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യും അല്ലെ. അപ്പൊ കുറച്ച് കളർ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ച് പോകും അല്ലെ. അപ്പൊ ഇത് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ആ ഫിലിമിൽ വരും. ഫിലിമിൽ വരുന്ന സമയത്ത് എന്റെ ഈ ബോഡിയിൽ ഇപ്പൊ ഇവിടെ ബ്ലാക്ക് ആണ്, വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്, ഫുൾ വൈറ്റ്. ഈ വൈറ്റിൽ നിന്ന് എല്ലാ റേസും അതിലേക്ക് പോകും. ബ്ലാക്ക് കുറച്ച് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ള വേവ്സാ വരിക അല്ലെ. അപ്പൊ ഒരു ഫിലിം ഉണ്ടാവും. ഫിലിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ എന്റെ തലയുടെ അത്ര സ്ഥലത്ത് അവിടെ എന്താണ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്താ? ഞാൻ അബ്സോർബ് ചെയ്തു, പിന്നെ അവിടെ അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബാക്കി മുഴുവൻ എന്തായിരിക്കും? ഡാർക്ക് ആയിട്ടിരിക്കും. മനസ്സിലായി? അപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോന്റെ ഫിലിം നോക്കി കഴിഞ്ഞാൽ എന്റെ റീജിയനിൽ അവിടെ വൈറ്റ് കളർ. എന്തുകൊണ്ടാ? ഞാൻ എന്ത് ചെയ്തു? ആ വേവ്സിനേക്ക് അബ്സോർബ് ചെയ്തു. ബാക്കിയുള്ള വേവ്സ് അവിടെ പോയിട്ട് ഇടിച്ചിട്ട് എന്ത് ചെയ്യും? റിയാക്ഷൻ നടന്നു. ഐഡിയ മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പൊ ഇന്റൻസിറ്റി നോക്കൂ അല്ലെ. ഇപ്പൊ എന്റെ ഇവിടെ കറുത്ത പിരികൊണ്ട് തലമുടി ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് പറ്റും? അവിടെ കൂടുതൽ എന്ത് ചെയ്യും അല്ലെ? അബ്സോർപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ കൂടുതൽ വൈറ്റ് വരും. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും, എമിറ്റ് ചെയ്യുകയും ചെയ്യും. എമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നിന്ന് ലൈറ്റ് അല്ലെ. ഓർത്ത് നോക്കാം. ഓക്കെ. അല്ലാതെ ഞാനൊരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണോ? ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിൽ നിന്നാണ് ഞാൻ എമിറ്റ് ചെയ്തിട്ട് എടുത്തു വരുന്നത് അല്ലെ. അപ്പൊ ആ തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്പെക്ട്രം ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ എനർജി, ഏത് പാർട്ടിക്കിൾ ആയാലും എനർജി എന്ത് ചെയ്യും അല്ലെ? ഇപ്പൊ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും അല്ലെ. ഗ്രീൻ കളർ കാണുന്നത് എന്തുകൊണ്ടാണ്? ഗ്രീൻ ഇയാളിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു അല്ലെ. ഗ്രീൻ എന്തുകൊണ്ടായിരിക്കും ഗ്രീൻ? ആ പണ്ട് പേര് ചെറിയ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഓൾ ദ അതർ കളേഴ്സ് ആർ അബ്സോർബ് ദിസ് ലൈറ്റ് അല്ലെ. പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ? എന്ത് സ്പെക്ട്രം ഉണ്ട്? അബ്സോർപ്ഷൻ ഉണ്ട്, എമിഷൻ ഉണ്ട്. എന്താ അബ്സോർബ് ചെയ്തതാണ്? വിബ്ജിയോറില അല്ലെ. ബാക്കിയുള്ള എല്ലാം എടുത്തു, പാവം ഗ്രീനെ മാത്രം വിട്ടു. അവിടെ റെഡ് ഉണ്ട്, ഹൈ ഇന്റൻസിറ്റി കൂടിയ റെഡ് മാത്രം അല്ലെ. ഇവർ രണ്ടുപേരും അത്. അപ്പൊ അങ്ങനെ എടുത്തു. അവിടെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എന്തുകൊണ്ടാ? അല്ലെ. ഓർത്ത് നോക്കാം. ആ തിയറി അറിയാലോ. അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു. മനസ്സിലായി? അതേ കൺസെപ്റ്റ് തന്നെ ഒരു ആറ്റം എടുക്കുമ്പോ ആ ആറ്റത്തിലേക്ക് ഒരു എനർജി കൊടുത്താൽ എന്ത് പറ്റും? എനർജി കുറച്ച് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് അവൻ എക്സൈറ്റഡ് ആകും. എക്സൈറ്റഡ് ആകുന്ന പറഞ്ഞാൽ എന്താ? അവിടെ നിന്ന് ഇലക്ട്രോൺസ് എനർജി കിട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ജമ്പ് ചെയ്യും. മനസ്സിലായി? ഓർത്തു നോക്കുക. നിങ്ങളൊരു കല്ല് കയ്യിലെടുത്തിട്ട് എറിഞ്ഞാൽ എന്ത് പറ്റും? കല്ലെറിഞ്ഞാൽ എന്ത് പറ്റും? അറിഞ്ഞോട്ട് ചെറുതായിട്ട് അത് മുകളിലേക്ക് പോകും അല്ലെ. മൂവ് ചെയ്യും. വായ് നിങ്ങളുടെ എനർജി ആർക്ക് കൊടുത്തു? സ്റ്റോണിന് കൊടുത്തു. അപ്പൊ മൂവ് ചെയ്തു. അപ്പൊ അത് എക്സൈറ്റഡ് ആയി. അതാണ് എക്സൈറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആറ്റത്തിലേക്ക് എനർജി പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന എനർജി ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്താൽ ഓൺ സ്പോട്ട് എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആകും. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് താഴേക്കൊക്കെ പോകും. എക്സൈറ്റഡ് ആവും. ആ വേർഡ് വെച്ചിട്ടുള്ളൂ വരുന്നത്. അപ്പോ ഇവിടെ അബ്സോർബ് ചെയ്യുന്നതിന് എന്ത് വിളിക്കും? അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി അവിടുന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് എക്സൈറ്റഡ് ആകുന്ന ആ പ്രോസസ്സിനെ എന്ത് വിളിക്കും? എമിഷൻ സ്പെക്ട്രം. ഇതാണ്. ഇത് രണ്ടിനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെക്ട്രോസ്കോപ്പി. ഇത്രയും മനസ്സിലായല്ലോ. ഓർത്തു നോക്കാം. നമുക്ക് അതൊന്നും ഈ രണ്ടെണ്ണോ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ലൈൻ സ്പെക്ട്രം ആണ്. അത് വെച്ചിട്ടാണ് ഇനി ഈ ലൈൻ സ്പെക്ട്രം പഠിച്ചാലാണ് നമുക്ക് ബോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. കഥയാണ് ഇത്. ഏതൊക്കെ സയന്റിസ്റ്റ് ഉണ്ടായി? തോംസൺ മോഡൽ പഠിച്ചു, റുദർഫോർഡിൽ പഠിച്ചു, ബോർ മോഡൽ. എന്തിനത് പറയണെന്ന് അറിയോ? ബോർ മോഡൽ കെ എലമെന്റ് ഷെൽ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ ആൾക്കാരോട് ചോദിക്കും, കെ എങ്ങനെ കിട്ടി, എൽ എങ്ങനെ കിട്ടി, എം കിട്ടി? അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും അത് ലൈൻ സ്പെക്ട്രം വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ലൈൻ സ്പെക്ട്രം എന്തിനാന്ന് ചോദിക്കും. അങ്ങനെ പറയുമ്പോൾ അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഓർത്ത് നോക്കുക. ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ബാർകോഡിൽ ഇതിന് ബാറില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോട്ട്ബുക്കിൽ ബാറാണ് ബാർകോഡ്. ഓക്കെ. ഈ ബാർകോഡ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കിലൊക്കെ ഉള്ള ഈ ബാർകോഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഇനി ഈ ബാർകോഡ് തന്നെയായിരിക്കും ഇയാളുടെ ബുക്കില് കണ്ടാ എങ്ങനെ ഇരിക്കും അല്ലെ? ഏകദേശം ഒരു കുഞ്ഞു ലെങ്ത്തും അല്ലെ ഇത്രേ ഉള്ളൂ. ഇതുപോലെ ലൈൻസുകൾ വരും. അവിടെ ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു ഡാർക്ക് ആയിട്ടുള്ള ബാൻഡ് അല്ലെ, വൈറ്റ് ബാൻഡ്. രണ്ടും ഉണ്ടോ അല്ലെ? ഡാർക്കും പറ്റൂലേ അല്ലെ? ഒരെണ്ണം ഇതുണ്ടോ ഡാർക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? വൈറ്റ് അല്ലെ? അങ്ങനെ വരുന്ന ബാൻഡുകളായിട്ട് വരുന്ന സ്പെക്ട്രം. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഡാർക്ക് ആണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യോ എമിറ്റ് ചെയ്യോ? പറ. വൈറ്റ് ആണെങ്കിൽ അങ്ങനെ ബാൻഡ് വരും. ഇത് ബാർകോഡ് ഒരു ബുക്കിന് സെയിം അല്ലേ? അതുപോലെ ലോകത്തിൽ ഓരോ ആറ്റത്തിനും ഓരോ സ്പെക്ട്രം ഉണ്ടാവും. ഇയാൾ പറയാണ് ആദ്യമായിട്ട് ഞാൻ ലോകത്തിൽ നിന്നവരെ കണ്ടെത്തത് ഒരു ആറ്റം കണ്ടെത്തി.
എന്റെ പേരിടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ അയാളത് കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ ഇന്റർനാഷണലി അവർ റെക്കഗ്നൈസ് ചെയ്യും. ആദ്യം ചെയ്യുന്ന പണ്ട് കാലത്ത് ചെയ്ത്, ഇപ്പൊ അതിനേക്കാൾ നല്ല മെത്തേഡുകൾ ഉണ്ട്. പണ്ട് കാലത്ത് ചെയ്ത് ഇരുന്നാണ് സ്പെക്ട്രോസ്കോപ്പി ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഒരു പുതിയ ബാൻഡ് അയാൾ കണ്ടെത്തിയ ചാൻസ് ഉണ്ട്, പുതിയ ബാൻഡ് ഇന്നേ വരെ വരാത്തൊരു ബാൻഡ് വന്ന. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പൊ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഇത് പഠിക്കാൻ പോണേ? ഓരോ ആറ്റത്തിലും എനർജി കൊടുക്കുമ്പോ അവിടെ നിന്ന് എന്താണ് ഓരോ പെർട്ടിക്കുലർ ബാൻഡ് അല്ലെ അതുപോലെ ഉണ്ടാവാൻ പോവാണ്. അതാണ് ലൈൻ സ്പെക്ട്രം. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഈ ലൈൻ സ്പെക്ട്രം ഹൈഡ്രജനിൽ കൊടുക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. അതാരാ കൊടുക്കുന്നത്? ബോർ അല്ലെ. ആ ലൈൻ സ്പെക്ട്രം വെച്ചിട്ടാണ് ആ ബോർ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആള് KLM മെൻഷൽസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. പർപ്പസ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറുതെ എങ്ങനെയാവും. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതെല്ലാം പോകുന്നത് എന്ത് പഠിപ്പിക്കാനാ? നിങ്ങളാ ബോർ മോഡൽ ഓഫ് ആറ്റം അല്ലെ അതിനുള്ളിൽ വരുന്നതാണ്. അപ്പൊ ഇനി എഴുതാൻ പോകുന്ന ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്രം. ഹെഡിങ് എഴുതി കേട്ടോ, ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്രം. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ അങ്ങനെ കൊടുക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഹെഡിങ് അതാണ്, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ കേട്ടോ. When an electric discharge is passed through gaseous hydrogen, when an electric discharge is passed through gaseous hydrogen, comma, the hydrogen molecule dissociate and the energetically excited hydrogen atom produced energetically excited hydrogen atoms produced emit electromagnetic radiation. Electromagnetic radiation of discrete frequencies. ഇനി പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ഹൈഡ്രജൻ ആറ്റം ആണെന്ന് വിചാരിക്കും. ബുക്ക് ഒരു ഹൈഡ്രജൻ ആറ്റം ആണ്. അതിലേക്ക് എന്താ കൊടുത്തതെന്ന് പറഞ്ഞേ? ഇത് പാട് വായിക്കും. ഇലക്ട്രിക് ഡിസ്ചാർജ് അതെന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ചെയ്യുന്ന കിട്ടുന്ന എനർജി അതിലേക്ക് പാസ് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് എന്ത് വന്നു? എന്നിട്ട് എന്താ വന്നേ? ഇതിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. എങ്ങനത്തെ ഫ്രീക്വൻസി വന്നേ? ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി. അപ്പൊ പല പല ഫ്രീക്വൻസീസും വന്നു. അപ്പൊ ഓരോ ഫ്രീക്വൻസിയും നമ്മൾ എന്ത് ചെയ്തു? സ്റ്റഡി ചെയ്തു. ഓരോ ഫ്രീക്വൻസിയും സ്റ്റഡി ചെയ്തു. അങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ 5 ടൈപ്പാണ് നമ്മൾ എഴുതുന്നത്. ഒന്ന് ലൈമൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, പഫൺ സീരീസ്. വേറൊന്നുമില്ല, 5 ടൈപ്പ് വേവ് അവിടെ നിന്ന് വന്നു. അതിന് പേര് കൊടുത്ത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നിങ്ങളാണെങ്കിൽ അല്ലേ ഇഷ്ടമുള്ള ആൾക്കാരുടെ പേര് കൊടുക്കും. അതുപോലെ കൊടുത്തു, അത്രേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് എന്തായിരുന്നു? ലൈമൻ സീരീസ്. ആ ലൈമൻ സീരീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതിൽ നിന്ന് ഇപ്പൊ ഈ വന്ന സമയത്ത് UV ലൈറ്റ് വന്നു. UV ലൈറ്റ് അറിയാലോ? UV ലൈറ്റ് വന്നു. UV ലൈറ്റ് വരുമ്പോൾ അതിന്റെ മീനിങ് ഇതാണ്, ഇലക്ട്രോൺ K ഷെല്ലിലാണ്. അതാണ് ആ സയന്റിസ്റ്റ് പറഞ്ഞത്, ഇലക്ട്രോൺ K ഷെല്ലിലാണ്. UV ലൈറ്റ് വന്ന ഇലക്ട്രോൺ എന്താണ്? K ഷെല്ലിൽ. ദെൻ അടുത്ത എന്തായിരുന്നു?
അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, ആറ്റം ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് യുവി ലൈറ്റ് വന്നാൽ ആ ഇലക്ട്രോൺ ആ സമയത്ത് നിൽക്കുന്നത് എവിടെ നിന്നാണ്? കെ ഷെൽ. നെക്സ്റ്റ് കെ ഷെല്ലിൽ നിൽക്കുന്ന ഒരാൾക്ക് എത്ര മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ വരും അല്ലെ, ഓർത്ത് വെക്കാം. അതാണ് ആദ്യത്തെ തിയറി. ദെൻ അടുത്ത എന്തായിരുന്നു ആക്ച്വലി? ലൈമൻ കഴിഞ്ഞ ബാൽമർ. ബാൽമറിൽ ഏതായിരിക്കും? കെ കഴിഞ്ഞ എൽ ഷെൽ അല്ലെ. ആദ്യത്തെ വരുന്നത് ലൈമൻ, അടുത്ത എന്തായിരിക്കും? ബാൽമർ. ബാൽമർ എന്ന് പറയുമ്പോൾ വിസിബിൾ റീജിയൻ, അതിന് റെഡോ വയലറ്റോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വിസിബിൾ റീജിയൻ. അപ്പോൾ ഇലക്ട്രോൺസ് കെയിലുണ്ട്, എല്ലിലുണ്ട്, എമ്മിലുണ്ട് എന്ന് പറയുന്നത് ഈ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതിന് ഓരോ സീരീസ് ആയിട്ട് വിളിച്ചു, ഓർത്ത് വെക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതി പോകാം, എന്തായാലും മുഴുവൻ തീരില്ല കേട്ടോ. ഓർത്ത് വെക്കാം. പേരൊന്ന് പറഞ്ഞേ. ലൈമൻ സീരീസ്, പാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, പഫണ്ട്, PFUND കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോ ഇത്രയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ആ പേരൊന്ന് എഴുതി വെച്ചു, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് എഴുതാം കേട്ടോ. ഒന്ന് പേര് മാത്രം എഴുതി വെച്ചു. ലൈമൻ, LYMAN, ലൈമൻ സീരീസ്, LYMAN, ലൈമൻ. 1, 2, 3 ആയിട്ട് എഴുതാം കേട്ടോ. ലൈമൻ. സെക്കൻഡ് ബാൽമർ, BALMER, ബാൽമർ. അടുത്ത ലൈനിൽ എഴുതണം കേട്ടോ, ഒരുമിച്ച് എഴുതരുത്. ലൈമൻ ഫസ്റ്റ്, LYMAN, ലൈമൻ. സെക്കൻഡ് എന്തായിരുന്നു? ബാൽമർ, BALMER, ബാൽമർ. തേർഡ് പാഷൻ, PASCHEN, PASCHEN കേട്ടോ, പാഷൻ. നെക്സ്റ്റ് ബ്രാക്കറ്റ്, BRACKETT, ഡബിൾ ടി ആണ് കേട്ടോ, ബ്രാക്കറ്റ്. ലാസ്റ്റത്തെ പിഫണ്ട്, PFUND, PFUND അല്ലെ. വല്ല എളുപ്പമുള്ള പേരൊക്കെ കൊടുത്താൽ മതിയായിരുന്നു അല്ലേ. ഇതൊക്കെയാണ് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. 1 മിനിറ്റും കൂടി എടുക്കുള്ളൂ, നമുക്ക് പഠിച്ചത് എന്തൊക്കെയാന്ന് ചെക്ക് ചെയ്യാം. ഇന്ന് പഠിച്ചത് കേട്ടോ, ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് ഏകദേശം കിട്ടണം കേട്ടോ, മൈൻഡ് ഒരു ഐഡിയ വേണം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം എടുത്ത പോയിന്റ് എന്തായിരുന്നു ആക്ച്വലി? മെയിൻ ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെ. അതിന്റെ പോസ്റ്റുലേഷൻസ് ആയിട്ട് 2 പോയിന്റ് എഴുതി. അതിൽ നിന്ന് വരുന്ന മെയിൻ ഇക്വേഷൻ ന്യൂ ഈക്വൽ ടു C/λ. ന്യൂ എന്തായിരുന്നു? ഫ്രീക്വൻസി. C സ്പീഡ് ഓഫ് ലൈറ്റ്. വാല്യൂ സിയുടെ വാല്യൂ 3 × 10⁸ m/s അല്ലെ. ലാംഡ വേവ് ലെങ്ത്. സെക്കൻഡ് ഇക്വേഷൻ ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? വേവ് നമ്പർ ഈക്വൽ ടു 1/λ. വെരി ഗുഡ്. കണ്ടോ, ഓർത്ത് നോക്കുക. റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. ഇത് രണ്ടും എടുത്തു, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ കാരണം ഇനി ന്യൂ എല്ലായിടത്തും ഉപയോഗിക്കും, ഇനി വരുന്ന എല്ലാ സ്ഥലത്തും ഉപയോഗിക്കും. അത് കഴിഞ്ഞ് മെയിൻ പോയിന്റ് എഴുതിയത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലേക്ക് വന്നു. അതിന്റെ ഇടയിലാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എഴുതി. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ ഇക്വേഷൻ മറക്കരുത്, E = h nu അല്ലെ, ഓർത്ത് നോക്കുക. ദെൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് 3 പോയിന്റ്സ് എഴുതിയേക്കുന്നത്. അതില് ഇക്വേഷൻ വന്നേക്കുന്നത് കറക്റ്റ് ആയിട്ട് കിട്ടണം. E = h nu0. വാട്ട് യു മീൻ nu0? ത്രെഷോൾഡ് ഫ്രീക്വൻസി. h nu0 നെ വിളിക്കുന്ന പേരെന്തായിരുന്നു? വർക്ക് ഫംഗ്ഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ E = h nu0 + ½ mv². ½ mv² കൈനറ്റിക് എനർജി. അതിൽ നിന്നൊരു ഡെറിവേഷൻ ഒക്കെ എഴുതി ഒരു ഇക്വേഷൻ കിട്ടി. h ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റിൽ ന്യൂ മൈനസ് nu0 = ke കേട്ടോ. അത് നമ്മൾ ഡിറൈവ്ഡ് ആയിട്ട് എഴുതിയേക്കുന്നതാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അത് ഡെറിവേഷൻ പോലെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യനുകളിൽ വരും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എഴുതിയത് സ്പെക്ട്രം അല്ലെ. അതിൽ തന്നെ എമിഷൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം, ഒരെണ്ണം കൂടി ഉണ്ട്, ലൈൻ സ്പെക്ട്രം. അപ്പൊ ലൈൻ സ്പെക്ട്രം മെയിൻ എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഹെഡിങ് എന്താണ്? അല്ലെ, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ കേട്ടോ. അതിലാണ് ഈ സീരീസിന്റെ പേര്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും കേട്ടോ, അത് കിട്ടണം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി. വീട്ടിൽ